നാളെ എൻ്റെ ജീവിതത്തിൽ എന്താ വരാൻ പോകുന്നത്, നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്, അടുത്ത നിമിഷം നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു, ഒന്നിനെക്കുറിച്ച് നമുക്ക് എന്തില്ല, അറിയില്ല. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഞാൻ എന്തു ചെയ്യുന്നു, മനസ്സ എൻ്റെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ ഞാൻ ഉൾക്കൊള്ളുന്നു. അതാണ് അതിൽ ആദ്യത്തേത് കാണിച്ചിരിക്കുന്നത്, ഉള്ളിലൊതുക്കുക. അതിനർത്ഥം നമ്മൾ റെഡി ആയിരിക്കണം. രണ്ടാമത്തേതാണ് ഇന്നലെ പറഞ്ഞിരുന്നത്, സഹിക്കാനുള്ള ശക്തിയെക്കുറിച്ച് പറഞ്ഞു. ക്ഷമിക്കാനും മറക്കാനും പൊറുക്കാനും സഹിക്കാനും നമുക്ക് മനുഷ്യർക്ക് എപ്പോഴും സാധിക്കണം. ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, ഇപ്പോൾ ചിലർ പറയില്ലേ, എനിക്ക് എല്ലാം അങ്ങോട്ട് മറക്കാൻ കഴിയില്ല, എല്ലാം അങ്ങോട്ട് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് പറയും. ചിലരുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നടക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, അത് കേട്ടിട്ടുണ്ടാകും, വെള്ളത്തിൽ വരച്ച വര പോലെയായിരിക്കും എന്ന് പറയും അല്ലേ. വെള്ളത്തിൽ വരച്ച വരയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, വര എഴുതി തീരുമ്പോഴേക്കും തന്നെ എന്ത് ചെയ്യുന്നത് കാണാം, വര മാങ്ങി പോകുന്നതായിട്ട് കാണും. അതായത് നമ്മളൊരു വര വരച്ചു വെള്ളത്തിൽ, ആ വര അപ്പം തന്നെ എന്ത് ചെയ്യുന്നു, മാങ്ങി പോകുന്നു. എന്നാൽ അതേസമയം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, പാറയിലാണ് ഒരു വര വരച്ചതെങ്കിൽ നമ്മളായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ മായ്ച്ചു കളയണം അല്ലേ. വെള്ളം ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മളായിട്ട് അതിനെന്ത് ചെയ്യണം, മായ്ച്ചു കളയാം. നോക്കൂ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏത് സംഭവങ്ങളാണെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കാൻ പാടില്ല. അപ്പോഴാണ് നമുക്ക് എനിക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റണില്ല, അല്ലെങ്കിൽ എനിക്ക് അവരോട് പിന്നെ ദയ തോന്നുന്നില്ല എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരുന്നത് എപ്പോഴെന്ന് വെച്ചാൽ, ആ ക്ഷമ ഇല്ലാത്തതുകൊണ്ടാണ് അല്ലേ. മനോഭാവം എന്ന് പറയുന്നത് നമ്മുടെ വളരെ ഉയർന്നതായിരിക്കണം. അതിന് ഉദാഹരണമായിട്ടുണ്ട്, ഒരിക്കലൊരു ട്രെയിനിൽ അച്ഛനും 2 കുട്ടികളും കൂടെയിട്ട് യാത്ര ചെയ്യുന്നു. അപ്പം ആ കുട്ടികളെന്ന് പറയുന്നത് വളരെ ചെറിയ കുട്ടികളായിരുന്നു. ഒരു കുട്ടി എന്ന് പറയുന്നത് 3 വയസ്സും ഒരു കുട്ടി എന്ന് പറയുന്നത് 6 വയസ്സും, 2 ആൺകുട്ടികളാണ്. അപ്പോൾ ആ പ്രായം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭയങ്കര കുസൃതിയായിരിക്കും കുട്ടികൾക്ക് അല്ലേ. അപ്പോൾ ഒരു ഉച്ച നേരത്താണ് അവർ ട്രെയിനിലെ അച്ഛനും 2 കുട്ടികളും കൂടെ യാത്രയ്ക്കായിട്ട് കയറിയത്. ഈ കുട്ടികളെ വണ്ടി കയറിയപ്പം മുതൽ ഒരേ ബഹളം. 3 വയസ്സായിട്ടുള്ള കുട്ടി 6 വയസ്സായിട്ടുള്ള കുട്ടിയും കൂടെ ഒരേ ബഹളം എന്ന് വെച്ചാൽ ഒരേ ബഹളം. പക്ഷേ അച്ഛൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ കുട്ടികളെ ബഹളമൊക്കെ വയ്ക്കുന്നുണ്ടെങ്കിലും കുട്ടികളൊന്ന് ശകാരിക്കുകയോ അല്ലെങ്കിൽ കുട്ടികളെ ഒന്ന് താക്കീത് കൊടുക്കുകയോ ഒന്നും ചെയ്യാതെ ആളിങ്ങനെ നിർവികാരമായിട്ട് ജനലിൽ കൂടെ അങ്ങനെ പുറത്ത് നോക്കുകയാണ്. പക്ഷേ ഈ കുട്ടികൾ കയറിയപ്പം മുതൽ ട്രെയിനിലെ യാത്രക്കാർക്ക് ഭയങ്കര ശല്യം. അവർക്ക് ഉച്ചയ്ക്ക് ഉറങ്ങാൻ പറ്റണില്ല, ഒന്ന് വായിക്കാൻ പറ്റണില്ല. ഒരാൾ ഓടിപ്പോകുന്ന കാണാം, ഒരാൾ ജനലിൻ്റെ മുകളിൽ കയറി നിൽക്കുന്ന കാണാം. അപ്പോഴേക്കും ചായ ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കാൻ ആൾക്കാർ വരുന്ന സമയത്ത് അവരോട് സംസാരിക്കുന്നതാണ്. അങ്ങനെ കുട്ടികൾ ഭയങ്കര ബഹളം, ട്രെയിന് മുഴുവൻ ആ കുട്ടികൾ തലകീഴായി മറിച്ചു. അപ്പോൾ ട്രെയിനിലെ യാത്രക്കാരെല്ലാവരും കൂടി ഒരുമിച്ച് ആലോചിച്ചു, ഉച്ചയ്ക്ക് ഇവർ ഉറക്കിയില്ല നമ്മളെന്നെ, ഇനിയിപ്പോൾ ഇന്ന് രാത്രി ഉറങ്ങാൻ പറ്റുന്നത് തോന്നണില്ല. കാരണം ഈ 2 കുട്ടികളുടെ ബഹളം അസഹനീയം തന്നെയാണ്, ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ കുട്ടികൾ രാത്രി ഒന്ന് കിടന്നുറങ്ങണമല്ലോ. പക്ഷെ ഈ ഒരു അച്ഛൻ ആ കുട്ടികളെ ഒന്ന് വഴക്ക് പോലും പറയാതെ, ഒന്ന് ആ കുട്ടികളെ താക്കീത് പോലും ചെയ്യാതെ ഇങ്ങനെ ജനലിൻ്റെ പുറത്ത് നോക്കി നിൽക്കുന്നത്. അച്ഛനൊന്ന് നിയന്ത്രിച്ച അച്ഛനെ പേടി ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും കുട്ടികളൊന്ന് ഒതുങ്ങുമായിരുന്നു. പക്ഷെ ഇയാളാണ് അതിന് വളം വെക്കണത് എന്ന് വിചാരിച്ച് യാത്രക്കാരിലൊരു 3-4-5 പേര് ചേർന്നിട്ട് ഇദ്ദേഹത്തിനൊന്ന് പരിചയപ്പെട്ടു. അപ്പോൾ പരിചയപ്പെടുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ ശരിയാക്കുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അല്ലേ. പകരം എവിടേക്കാണ് പോകുന്നത് നിങ്ങൾ, എന്തെല്ലാമുള്ള യാത്രയാണ് നിങ്ങൾ എന്നൊക്കെ ചോദിച്ചു. എന്താ കുട്ടികളുടെ അമ്മയെ നിങ്ങൾ കൂടെ കൊണ്ടുവന്നില്ലേ, ഇത്രയും ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ നിങ്ങൾ യാത്രയിലെ ഭാര്യനെ എന്തായാലും കൂടെ കൊണ്ടുപോകണമായിരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് അച്ഛന്മാർക്ക് അങ്ങനെയൊന്നും കുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റില്ല, അമ്മമാരുണ്ടെങ്കിൽ കുട്ടികളൊന്നും ഒതുങ്ങുമായിരുന്നു പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യ ക്യാൻസർ പേഷ്യൻ്റായിരുന്നു, എൻ്റെ ഭാര്യ ജോലി ഞാൻ ദൂരെയാണ് ചെയ്യുന്നത്, എൻ്റെ കൂടെ തന്നെയായിരുന്നു ഭാര്യ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ക്യാൻസർ രോഗം മൂർച്ഛിച്ച് ആൾ മരിച്ചു പോയി. നാട്ടിൽ പോയി ക്രിയകളെല്ലാം ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ മടങ്ങുകയാണ്. അപ്പോൾ ഈ യാത്രക്കാർ ചോദിച്ചു,
എങ്ങനെ നിങ്ങൾ ഈ കുട്ടികളെ എന്നെ നോക്കും? അമ്മയില്ലല്ലോ, എങ്ങനെ നിങ്ങൾ നോക്കും? അപ്പോഴാണ് അയാൾ പറഞ്ഞത്, ഞാനും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ജോലിക്ക് പോകുമോ അതോ ഞാൻ ഈ കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുമോ? ഞാൻ എന്താ ചെയ്യേണ്ടത്? അതാണ് ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, കഴിഞ്ഞ സെക്കൻഡ് വരയ്ക്കും യാത്രക്കാരിലെ എല്ലാവർക്കും ആ കുട്ടികളോട് ഭയങ്കര വെറുപ്പായിരുന്നു. ഭയങ്കര വികൃതിയാണല്ലോ, ശല്യം ചെയ്യണല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര അവർക്ക് അനിഷ്ടമായിരുന്നു കുട്ടികളോട്. പക്ഷെ അമ്മയില്ലാത്ത കുട്ടിയാണെന്ന് എപ്പോൾ മനസ്സിലാക്കിയോ യാത്രക്കാരുടെ എല്ലാവരുടെയും മനസ്സലിങ്ങി പിന്നെ യാത്രയിൽ മുഴുവൻ ഈ 2 കുട്ടികളെ നോക്കിയത് ആരാണെന്നറിയോ? കൂടെ യാത്ര ചെയ്യുന്ന സഹയാത്രികരാണ്. ഭക്ഷണം കൊടുക്കുന്നതും അവരെ ഉറക്കുന്നതും അവരെ കളിപ്പിക്കുന്നതും അവരുടെ എല്ലാ കാര്യങ്ങളെന്ന് പറയുന്നതും ആ യാത്രക്കാരാണ് നോക്കിയത്. നോക്കൂ, ഒരു സെക്കൻഡിലെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആറ്റിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്താ കാര്യം? അവിടെ ക്ഷമ വന്നു അവർക്ക്, അല്ലേ? ആ കുട്ടിയുടെ എല്ലാ തെറ്റുകളും ക്ഷമിക്കാനുള്ളൊരു മനസ്സ് എന്ന് പറയുന്നത് ആ യാത്രക്കാർക്കുണ്ടായി. അപ്പോൾ ആ ക്ഷമിക്കാനും സഹിക്കാനുമുള്ള ശക്തി വന്നപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായി? അവിടെ ചേഞ്ച് ആയിപ്പോയി, അല്ലെ? അവിടെ മാറി അവരോട് ദയ തോന്നി. ഇതുപോലെ നോക്കൂ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ ആരുമായിട്ട് ഇടപഴകുന്ന സമയത്തും അവരങ്ങനെയുള്ള പെരുമാറ്റമോ അല്ലെങ്കിൽ അവരിൽ നിന്നും അങ്ങനെയുള്ളൊരു ബഹളങ്ങളോ അവരേതെങ്കിലും തരത്തിൽ അസ്വസ്ഥതയോ അവരിൽ എന്തെങ്കിലും പോരായ്മകളോ ഉണ്ടെങ്കിൽ അതിനും ഒരു കാരണമുണ്ടായിരിക്കും. ആ കാരണം കൊണ്ടാണ് അവരാ പോരായ്മ നമ്മളോട് കാണിക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളതിനെ മറക്കണം, നമ്മളതിനെ ക്ഷമിക്കണം. നമ്മൾ മറക്കുകയും അതുപോലെ പൊറുക്കുകയും ക്ഷമിക്കുകയും നമുക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനോഭാവത്തെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നത് ഉൾക്കൊള്ളുവാനുള്ള ശക്തി, അല്ലെ? നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് എല്ലാവരെയും നമ്മൾ അംഗീകരിക്കും. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരു സാഗരം പോലെ നമ്മൾ വിശാലമാക്കി വയ്ക്കുകയാണ്. ഒരു സാഗരം പോലെ നമ്മുടെ മനസ്സിനെ വളരെ ഡെപ്തുള്ളതാക്കി മാറ്റുകയാണ്. അതാണ് ഉൾക്കൊള്ളുവാനുള്ള ശക്തി. ഇപ്പം ചിലപ്പോൾ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടോ, നമ്മുടെ വീട്ടിലെ അച്ഛൻ അമ്മ നമ്മൾ കുട്ടികളായിട്ട് ജീവിക്കുന്നു. നോക്കുക, ആ കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്താലേ നമ്മൾ ഒരിക്കലും കുട്ടികളുടെ തെറ്റുകൾ മറ്റുള്ളവരോട് നമ്മൾ പറയാറുണ്ടോ? എൻ്റെ കുട്ടി ആ തെറ്റ് ചെയ്തു, എൻ്റെ കുട്ടി ഈ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും പറയില്ല. കാരണം കുട്ടി ആരുടേതാണ്? കുട്ടി എൻ്റെയാണ്, അല്ലേ? അപ്പോൾ കുട്ടികളുടെ തെറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ തെറ്റുകൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? പുറത്ത് നമ്മൾ ആരോടും പറയില്ല. എന്നാൽ നമ്മുടെ കുട്ടി ചെയ്ത അതേ തെറ്റെന്ന് പറയുന്നത് പുറത്ത് വേറെ ആരെങ്കിലുമാണ് അത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? നമ്മളത് പറഞ്ഞു നടക്കും, അല്ലേ? അവരത് ചെയ്തു, ഇവരിത് ചെയ്തു, അവരങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പം ഇതിനർത്ഥം എന്താ? നമ്മുടെ വേണ്ടപ്പെട്ടവരായതുകൊണ്ട് നമ്മളതിനെ സ്വീകരിച്ചു, നമ്മളതിനെ ഉൾക്കൊണ്ടു. പക്ഷെ മറ്റുള്ളവരുടെ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണില്ല? ഉൾക്കൊള്ളാൻ പറ്റണില്ല. എന്നാൽ നമുക്ക് ഈ രാജയോഗ ധ്യാനം പഠിക്കുന്നതുകൊണ്ട് ഏറ്റവും വലിയ നേട്ടം എന്തെന്ന് വെച്ചാൽ ആരായാലും അവരെൻ്റേതാണ്, ഞാനും അവരും ഒന്നാണ്. നമ്മൾ ഒന്നാണെന്നുള്ള ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ആരെയും ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കും. അവരുടെ മനസ്സിലെ എന്ത് വൈകല്യങ്ങളെയും നമുക്ക് മനസ്സാ സ്വീകരിക്കാനായിട്ട് കഴിയും. ഇനി അടുത്തതാണ് നമുക്ക് വേണ്ടത് നിർണയിക്കാനുള്ള ശക്തി. ഏതുപോലെയാണോ നമുക്കറിയാം, ഒരു സ്വർണ്ണ വ്യാപാരി, അല്ലെ? അഥവാ സ്വർണത്തിൻ്റെ പണി ചെയ്യുന്ന തട്ടാൻ്റെ കയ്യിൽ നമ്മൾ ഒരു സ്വർണം കൊണ്ടുപോയിട്ട് കൊടുത്തു എന്ന് വിചാരിക്കാം. നോക്കൂ, ആ നിമിഷം തന്നെ അദ്ദേഹം വേഗം ആ സ്വർണം എടുത്തിട്ട് പെട്ടിക്കുള്ളിലിട്ട് വേഗം നമ്മുടെ കയ്യിൽ പൈസ തരൂ? ഇല്ല. അദ്ദേഹം എന്താ ചെയ്യുക? നമ്മളൊരു സ്വർണം കൊണ്ടുപോയി കൊടുത്താൽ ആദ്യം ഉറച്ചു നോക്കും. ആ ഉറച്ചു നോക്കാൻ ഒരു സെക്കൻഡ് മതി അദ്ദേഹത്തിന്. ഉറച്ചു നോക്കി കറക്റ്റ് നിർണയിക്കും ഇത് സ്വർണമാണ് എന്നുള്ളത്. അതേപോലെ തന്നെ നമുക്കും എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ആര് കടന്നു വരികയാണെങ്കിലും അവരെ തരംതിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കും. ഇന്ന് നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിലെ ചതിയും
വഞ്ചനകളും അല്ലെ ദുഷ്ടതരങ്ങളും ഇതൊക്കെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം നമുക്കിന്ന് ആളുകളെ തിരിച്ചറിയാനുള്ള കഴിവില്ല. ഇന്നാള് കുറേ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ നമ്മൾ പത്രത്തിലൊരു ന്യൂസ് വായിച്ചതാണ്. അത് വായിച്ചിട്ട് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നിപ്പോയി. ഒരു പെൺകുട്ടി +2 എന്തോ പഠിക്കുന്നൊരു പെൺകുട്ടിയാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമായിരിക്കും. +2 എന്തോ പഠിക്കുന്നൊരു പെൺകുട്ടി. ആ പെൺകുട്ടി മൊബൈലിൽ വേറൊരു പയ്യനുമായിട്ട് മൊബൈലിൽ കൂടെ സ്നേഹത്തിലാവുകയാണ്. അങ്ങനെ മൊബൈലിൽ കൂടെ ഇവർ സ്നേഹത്തിലായിട്ട് അവസാനം കല്യാണം കഴിക്കാൻ ഇവർ തീരുമാനിച്ചു. നോക്കുക എങ്ങനെയാണ്, നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല, നേരിട്ട് കണ്ടിട്ടില്ല, ഒരു ബന്ധവുമില്ല. ആ പയ്യൻ എവിടത്തെയാണെന്നറിയില്ല, എങ്ങനെയുള്ള ആളാണെന്നറിയില്ല, ഒന്നും അറിയില്ല. പക്ഷേ എന്ത് സംഭവിച്ചു, കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ പെൺകുട്ടി ആ ബ്രദർ ആ പയ്യൻ പറഞ്ഞതിന് ശേഷം ഗുരുവായൂർ പോവുകയാണ്. ഗുരുവായൂർ പോയി 1-2 ദിവസം ഇവർ ഒരുമിച്ച് താമസിച്ചു. ഇവർ തിരിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞൊപ്പിച്ചു. നമുക്ക് ഇന്ന ദിവസം കല്യാണം കഴിക്കാം, ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് കഴിക്കാം. അങ്ങനെ അവരെല്ലാ കാര്യത്തെക്കുറിച്ചും അവിടെ തന്നെ പ്ലാൻ ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്ക് ഇവരൊരു സീറ്റിലിരിക്കുകയായിരുന്നു. അപ്പോൾ ആ പയ്യൻ പറഞ്ഞു, നമുക്ക് വിശക്കണില്ലേ, ഒത്തിരി ഭക്ഷണം വാങ്ങിക്കാം എന്ന് പറഞ്ഞ് ഈ പയ്യൻ ബസ്സിൽ നിന്നിറങ്ങി. ഈ പയ്യൻ ബസ്സിൽ നിന്നിറങ്ങിയതിന് ശേഷം പിന്നെ ബസ്സിൽ കയറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, പിന്നെ ബസ്സിൽ കയറിയില്ല. ആ പെൺകുട്ടി ചുറ്റും നോക്കി ആ പയ്യനെ ആ പരിസരത്ത് ആ ബസ് സ്റ്റാൻഡിൽ എവിടെ പോലും ആ പയ്യൻ എന്ന് പറയണതില്ല. ആ ബസ്സിലെ കണ്ടക്ടറും കിളിയും ഡ്രൈവർ അടക്കം നോക്കിയത്രേ. പക്ഷെ ആ പയ്യനെ ആ ടൗണിൽ ഒന്നും കാണാനില്ല. ഒരു സെക്കൻഡിൽ ആ കുട്ടി മറങ്ങി വിടുന്നു. നോക്കൂ, ജീവിതം പോയത് ആരുടേതാണ്? പെൺകുട്ടിയുടെ ജീവിതം പോയി അല്ലേ? നോക്കി, ഇത് ഒരു സംഭവം, നമ്മുടെയൊക്കെ പത്രത്തിൽ വരുന്നത് ഇത് ഒരു സംഭവമാണ്. എന്നാൽ നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മുടെ സമൂഹത്തിലെ ഇതുപോലെയുള്ള നിത്യസംഭവങ്ങൾ എന്ന് പറയുന്നത് ധാരാളമുണ്ട്. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ, നമുക്ക് ഏത് മനുഷ്യനെയും തിരിച്ചറിയാനുള്ള കഴിവ് ഇല്ല എന്നുള്ളതാണ്. നോക്കി, തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും എന്ത് സംഭവിക്കണമെന്ന് വെച്ചാൽ ശരിയും തെറ്റും നമുക്ക് മനസ്സിലാവില്ല. നല്ല ആൾക്കാരേതാ ചീത്ത ആൾക്കാരേതാ നമുക്ക് തിരിച്ചറിയില്ല. കാരണം നമ്മുടെ ബുദ്ധി ക്ലീനേ അല്ല, നമ്മുടെ മനസ്സ് ക്ലീൻ അല്ല. നമ്മുടെ മനസ്സും ബുദ്ധിയും ക്ലീൻ അല്ലാതാകുമ്പോൾ ഒരു കാര്യത്തെയും നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പം ഏതുപോലെയാണ് നേരത്തെയുള്ളൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരു ഹംസത്തിൻ്റെ പ്രത്യേകത എന്താ? മുത്തുകളും കല്ലുകളും വിതറിയിട്ട് കൊടുത്താൽ അത് വന്ന് എടുക്കുന്നത് എന്ത് മാത്രമാണെന്നറിയോ? മുത്തുകൾ മാത്രം കുത്തിയെടുക്കും. വെള്ളവും പാലും കൂടി ഒഴിച്ചു കൊടുത്താൽ എന്ത് മാത്രമേ എടുക്കുള്ളൂ എന്ന് പറയട്ടെ? പാല് മാത്രം കുടിച്ചിട്ട് പോകും. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ, എല്ലാ സമയത്തും നല്ലത് മാത്രം നമ്മൾ സ്വീകരിക്കണം. എന്ത് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ആരിൽ നന്മകളുണ്ടോ അതിനെ മാത്രം നമ്മൾ സ്വീകരിക്കുക. അതാണ് ശരിക്കും പറഞ്ഞാൽ നിർണയശക്തി എന്ന് പറയും. അഥവാ വേർതിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് ആവശ്യമാണ്. നോക്കി, വേർതിരിച്ചറിയാനുള്ള കഴിവ്, അതിന് വിവേചന ശക്തി, അതാണ് നമ്മുടെ ബുദ്ധിക്കുള്ളതെന്ന് പറയും. എന്തും പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയാനുള്ള കഴിവ്. അടുത്തതാണ് നമുക്ക് വേണ്ടത് തീരുമാനമെടുക്കാനുള്ളത്. ശരിയായ തീരുമാനമെടുക്കണം. നമ്മുടെ മനസ്സ് എപ്പോൾ ശാന്തമാകുന്നുവോ, ശാന്തമായ മനസ്സിന് മാത്രമേ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ മനസ്സ് അശാന്തമാണ്, നമ്മുടെ മനസ്സ് കലുഷിതമാണ്, നമ്മുടെ മനസ്സിൽ ഒരുപാട് സംഘർഷങ്ങളാണെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും തന്നെ എന്ന് പറയുന്നത് ശരിയായ തീരുമാനങ്ങളായിരിക്കില്ല. പക്ഷെ നമ്മുടെ മനസ്സ് ശാന്തമാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളെന്ന് പറയുന്നതും എങ്ങനെയുള്ളതായിരിക്കും? ശരിയായ തീരുമാനങ്ങളായിരിക്കും. അടുത്തതാണ് നമുക്ക് വേണ്ടത് എന്തെന്ന് വെച്ചാൽ സഹകരണ ശക്തി നമുക്ക് വേണം. നോക്കതിലെ സഹകരിക്കുക ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. ഏത് മനുഷ്യരുമായിട്ട് നമുക്ക് ഒരുമിച്ച് പോകണമെങ്കിൽ അങ്ങോട്ടിങ്ങോട്ട് സഹകരിക്കാനുള്ള കഴിവ് നമുക്ക് വേണം. ഒരു ഉദാഹരണത്തിന് നോക്കിയുള്ളൂ, നമ്മുടെ കയ്യിൽ രാവിലെ ഒരു പാക്കറ്റ് പാല് കിട്ടുകയാണ്. നമ്മൾ വിചാരിക്കുകയാണ് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടല്ലോ അല്ലേ, പൈസ ഉള്ളത് കൊണ്ട് എനിക്കൊരു പാക്കറ്റ് പാല് കിട്ടിയതാണ്. സത്യത്തിൽ ഒരു പാക്കറ്റ് പാല് നമ്മുടെ കൈകളിലേക്ക് വരണമെങ്കിൽ എത്ര പേരുടെ പരിശ്രമമുണ്ട് അവിടെ അല്ലേ?
കുറേ പേര് പശുക്കളെ വളർത്തുന്നു, അതിനെ നന്നായിട്ട് പരിചരിക്കുന്നു, പരിപാലിക്കുന്നു. അതിനുശേഷം പാല് കറന്നെടുക്കുന്നു, അത് സൊസൈറ്റിയിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. സൊസൈറ്റിയിലുള്ളവരതിനെ പാക്കിംഗ് ചെയ്യുന്നു. അതിനുശേഷം അത് വിപണിയിലേക്ക് വരുന്നു, മാർക്കറ്റിലേക്ക് എത്തുന്നു. മാർക്കറ്റിൽ എത്തിയതിനു ശേഷമാണ് നമ്മൾ പോയിട്ട് എന്ത് ചെയ്യുന്നത്? ഒരു പാക്കറ്റ് പാല് വാങ്ങിക്കുന്നു. അതിനർത്ഥം നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് കയറി വരികയാണെങ്കിലും നമ്മൾ ഇങ്ങനെ വിചാരിക്കരുത്, കാശുള്ളത് കൊണ്ടാണ് എനിക്കിതൊക്കെ കിട്ടുന്നത്, അല്ലേ? കാശെന്ന് പറയുന്നത് വേണം, പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ പുറകെ ആരൊക്കെയോ നിരന്തരമായിട്ടുള്ള പരിശ്രമം നടത്തുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇതൊക്കെ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നു. അതുകൊണ്ട് എന്നും നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സഹകരിച്ചു പോകേണ്ടത് ആവശ്യമാണ്. അതിനെ സഹകരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തത്രേ? ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തുന്നതിന് വേണ്ടി കൃഷ്ണൻ എല്ലാ ഗോപഗോപികമാരെയും വിളിച്ചു, അല്ലെ? എല്ലാ ഗോപഗോപികമാരുടെയും ഒരു വിരലിൻ്റെ സഹായത്തോടെയാണത്രേ ആ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിയത്. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണമെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സഹകരിച്ചു പോകണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നോക്കിക്കോളൂ, ഞാനിപ്പോൾ ഒരു അസുഖമായിട്ട് കിടക്കുകയാണ്. ഞാൻ അസുഖമായിട്ട് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനോ എഴുന്നേറ്റ് നടക്കാനോ എഴുന്നേറ്റ് പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കി കുടിക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റണില്ല. അത്രയും ദയനീയമായിട്ടുള്ള അവസ്ഥയിൽ ഞാനൊന്ന് കിടക്കുകയാണ്. അപ്പോഴാണ് ദൂരെ നിങ്ങൾ കുറച്ച് പേരെ, നിങ്ങൾ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്, നോക്കൂ, ഞാൻ എത്ര നേരമായി കിടക്കാൻ തുടങ്ങിയിട്ട് ഒരാൾ പോലും എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പോലും ചോദിക്കണില്ല. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടോ എന്ന് പോലും അവരെന്നോട് ചോദിക്കണില്ല. കണ്ടില്ലേ, ഇങ്ങനെയുണ്ടൊരു മനുഷ്യരെ എന്ന് ഞാൻ എപ്പോൾ ചിന്തിക്കും? കിടന്ന കിടപ്പിൽ ഞാൻ ചിന്തിക്കും. പക്ഷേ നമ്മൾ ഒരു സത്യം തിരിച്ചറിയണം, നമ്മളൊന്ന് കിടന്നു പോകുന്ന സമയത്ത് നമുക്കൊരു ഉപകാരം ആരെങ്കിലും ചെയ്തു തരണമെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് ആർക്കെങ്കിലും നമ്മൾ ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ആരെങ്കിലും വന്നിട്ട് എന്നോട് എന്ത് ചോദിക്കുള്ളൂ? എന്തെങ്കിലും ആവശ്യങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കുള്ളൂ. നോക്കൂ, മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കാതെ ഒരു സന്ദർഭത്തിലും ഒരാളുടെ സഹായം ആർക്ക് കിട്ടില്ല എന്നറിയോ? നമുക്കൊരിക്കലും കിട്ടില്ല. അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് സഹായം അഭ്യർത്ഥിക്കണമെങ്കിൽ ആദ്യം ഞാൻ എന്ത് ചെയ്തിരിക്കണം? മറ്റുള്ളവരെ ഞാൻ സഹായിച്ചിരിക്കണം. അതാണ് പരോപകാരം എന്ന് പറയും, അല്ലെ? സഹകരിച്ച് നമ്മൾ പോവുക. നമ്മൾ സഹകരിച്ചു പോകുമ്പോൾ എല്ലാവരുമായിട്ട് നമ്മൾ മോൾഡ് ചെയ്ത്, എല്ലാവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്, എല്ലാവരുമായിട്ട് യോജിച്ച് പോകണമെങ്കിൽ നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് റിയൽ ഗോൾഡ് ആയിരിക്കണം. ഗോൾഡിൻ്റെ പ്രത്യേകത എന്താണ്? ചെറിയൊരു ടെമ്പറേച്ചർ മതി, അല്ലേ? ആ ചെറിയൊരു ടെമ്പറേച്ചറിൻ്റെ ഉള്ളിൽ തന്നെ ഗോൾഡിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പെട്ടെന്ന് മോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം നമ്മൾ കണ്ടിട്ടുണ്ടാകും അയൺ, ഇരുമ്പിനെ മോൾഡ് ചെയ്യണമെങ്കിൽ അതിന് ഹൈ ടെമ്പറേച്ചറാണ് കൊടുക്കേണ്ടത്, അല്ലേ? പെട്ടെന്നൊന്നും എന്ത് ചെയ്യില്ല, അതിന് ഭയങ്കര കാഠിന്യം ജാസ്തിയാണ്, മാർദ്ദവം ജാസ്തിയാണ്. നോക്കൂ, നമ്മുടെ സ്വഭാവവും ഒരിക്കലും പരുക്കൻ സ്വഭാവമാകാൻ പാടില്ല. നമ്മുടെ സ്വഭാവം എങ്ങനെയുള്ളതായിരിക്കണം എന്ന് വെച്ചാൽ റിയൽ ഗോൾഡ് ആയിരിക്കണം. അതിനെ ഉദാഹരണമായിട്ട് നമ്മളൊരു റോഡിലൂടെ നടക്കുകയാണ്. റോഡിലൂടെ നടക്കുന്ന സമയത്ത് താഴെ ഒരു മുള്ള് കണ്ടു. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ മുള്ളൊന്ന് എടുക്കുക പോലും നമ്മൾ ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ കാലുകൊണ്ട് നമ്മൾ തട്ടി അതിനെ വേലിയോരത്തോ അല്ലെങ്കിൽ മതിലിൻ്റെ ഓരത്തേക്കോ നമ്മൾ തട്ടിയിടും. പക്ഷെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു റോസാ പുഷ്പം അല്ലെങ്കിൽ ഒരു മുല്ലപ്പൂവിൻ്റെ മാല താഴെ വീണ കണ്ടു. നോക്കൂ, നമ്മൾ നല്ല മനോഹരമായിട്ടുള്ള റോസാ പുഷ്പം, നമ്മളതിന് ചവിട്ടാൻ നിൽക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് നമ്മൾ കാല് മാറ്റും, അല്ലേ? ആ റോസാ പുഷ്പത്തിൻ്റെ മുന്നിൽ നമ്മളൊന്ന് കുനിങ്ങിയിട്ട് നമ്മൾ ആ പൂവൊന്ന് എടുക്കും, മണത്ത് നോക്കും. എന്നിട്ട് നമ്മൾ എവിടെ വെക്കും? നമ്മുടെ തലയിൽ വെക്കൂല്ലയോ, അല്ലേ? നല്ല മനോഹരമായിട്ടുള്ള റോസാ പുഷ്പം കണ്ട. ഇതുപോലെയാണ് മറ്റുള്ളവരുടെ മനസ്സിൽ നമുക്കും സ്ഥാനം കിട്ടുന്നത്. മറ്റുള്ളവരുടെ മനസ്സിൽ നമുക്കും വളരെ ഉയർന്ന സ്ഥാനം കിട്ടുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ സ്വഭാവം പൂവ് പോലെയാകുമ്പോഴാണ്. മറ്റുള്ളവർക്ക് നമ്മൾ ഗുണങ്ങളാകുന്ന സുഗന്ധം കൊടുക്കുമ്പോൾ
ഓട്ടോമാറ്റിക്കലി അവരെന്ത് ചെയ്തോളെന്ന് വെച്ചാൽ അവരുടെ ഹൃദയത്തിൽ നമ്മളെ കൊണ്ടു നടന്നോളൂ. നോക്കൂ, മുള്ളിനെ നമ്മൾ തിരസ്കരിക്കുകയാണ് ചെയ്തത്, അല്ലെ? നമ്മളതിനെ എന്ത് ചെയ്തു? അവോയ്ഡ് ചെയ്തു, നമ്മളതിനെ തട്ടിക്കളഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ എത്രത്തോളം മുള്ളിൻ്റെ സ്വഭാവം കാണിക്കുന്നു, അല്ലെ? ഒരാളായിട്ട് നമ്മൾ ചേരില്ല, ഒരാളായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യില്ല, മറക്കില്ല, നമ്മുടെ ഉള്ളിൽ വാശി ജാസ്തി, അഹങ്കാരം ജാസ്തി, നമ്മുടെ ഉള്ളിൽ വളരെ നെഗറ്റീവായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ടാകുമ്പോൾ ആ നെഗറ്റീവ് ക്വാളിറ്റികളെല്ലാം എന്ന് പറയുന്നത് മുള്ളിൻ്റെ സ്വഭാവമാണ്. ആ മുള്ള് മറ്റുള്ളവർക്ക് വേദന കൊടുത്തുകൊണ്ടേയിരിക്കും. നമ്മൾ എത്ര നെഗറ്റീവായിട്ടുള്ള സ്വഭാവം പ്രകടിപ്പിക്കുന്നുവോ അത് അത്രയും മറ്റുള്ളവർക്ക് എന്താ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ദുഃഖമാണ്, വേദനയാണ്. അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മളെ തട്ടി അകറ്റിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും എന്ത് ചെയ്യില്ല എന്ന് വെച്ചാൽ അവരുടെ ഹൃദയത്തിലെ, അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് സ്ഥാനം തരില്ല. പക്ഷെ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ പൂവിൻ്റെ സ്വഭാവമാണ്. പൂവ് എങ്ങനെയാണ്? ഭംഗിയുള്ളതാണ്, സുഗന്ധമുള്ളതാണ്, ഗുണമുള്ളതാണ് അതിന്, അല്ലേ? അപ്പോൾ ഗുണവും സൗന്ദര്യവും അതിൻ്റെ ഭംഗിയും അതിൻ്റെ നിറവുമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ഇതേപോലെ നമ്മുടെ സ്വഭാവത്തിലും എങ്ങനെയുണ്ടായിരിക്കണം എന്ന് വെച്ചാൽ ആന്തരികമായ സൗന്ദര്യം, ആന്തരികമായിട്ടുള്ള ഗുണങ്ങൾ, ആ ഗുണങ്ങളാണ് ആത്മാവിൻ്റെ നിറമെന്ന് പറയും. എത്രത്തോളം മറ്റുള്ളവരുമായിട്ടുള്ള വ്യവഹാരത്തിലേക്ക് നമ്മൾ വരുന്നുവോ, ആ വ്യവഹാരത്തിലേക്ക് വരുമ്പോൾ ഈ ഗുണങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ ആളുകൾ മുഴുവൻ നമ്മൾ എന്ത് ചെയ്തോളൂ എന്ന് പറയട്ടെ, മനസ്സാ നമ്മളെ സ്വീകരിച്ചോളൂ. അപ്പം മറ്റുള്ളവർ നമ്മളെ അവോയ്ഡ് ചെയ്യുന്നതും മറ്റുള്ളവർ നമ്മളെ സ്വീകരിക്കുന്നതും ഏതിൻ്റെ ആധാരത്തിലാണെന്ന് പറയട്ടെ, നമ്മളിൽ നിന്ന് പോകുന്ന ഊർജമാണ്. നമ്മളിൽ നിന്ന് പോകുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജം നമ്മളെ എല്ലാവരിൽ നിന്നും എന്ത് ചെയ്യും? അകറ്റി നിർത്തും. നമ്മളിൽ നിന്ന് പോകുന്ന പോസിറ്റീവായിട്ടുള്ള എനർജി അഥവാ പോസിറ്റീവായിട്ടുള്ള ഊർജം എന്ന് പറയുന്നത് എല്ലാവരും നമ്മൾ എന്ത് ചെയ്തോളും? സ്വീകരിച്ചോളും, അല്ലേ? ഇതാണ് നമുക്ക് വേണ്ടത്, സഹകരിക്കാനുള്ള മനോഭാവം. ഇനി മറ്റൊന്നാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ എന്ത് നമ്മുടെ ജീവിതത്തിലെ നേരിടാനുള്ള ശക്തി നമുക്ക് ആവശ്യം. ജീവിതത്തിൽ എന്തോ വന്നോട്ടെ, പലതും നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? എന്തും ജീവിതത്തിൽ നേരിടണം. ഒരിക്കലും പരാജയ ഭീതി പാടില്ല. നമുക്ക് പലതും താങ്ങാൻ പറ്റാതെ അല്ലെങ്കിൽ താങ്ങാൻ നമുക്ക് കഴിയാതെ ജീവിതത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ശില പോലെ ഉറച്ചതാക്കി വെക്കണം. എന്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നോട്ടെ അത് നമ്മളിൽ തട്ടി അത് പൊയ്ക്കോളും. നമ്മുടെ മനസ്സിനെ അത് സ്വാധീനിക്കാനായിട്ട് പാടില്ല. അതാണ് നമുക്ക് നേരിടാനുള്ള ശക്തി. ഇനി അഷ്ടശക്തികളിലെ ഏറ്റവും അവസാന ശക്തിയാണ് അന്തർമുഖത എന്ന് പറയും. അതായത് ഉൾവലിയാനുള്ള ശക്തി. ഇതിലെ ഉൾവലിയാനുള്ള ശക്തി നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് നല്ലത് മാത്രം കാണുക. എവിടെ നല്ലത് കാണണ്ടയോ അവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണടയ്ക്കണം. കണ്ണടച്ച് നടക്കുക എന്നുള്ളതല്ല, നമ്മളത് കാണണ്ട. അതുകൊണ്ട് മഹാത്മാഗാന്ധിജി പറയുന്നത് കേട്ടിട്ടില്ലേ? നല്ലതേ കാണാൻ പാടൂ, നല്ലതേ കേൾക്കാൻ പാടൂ, നല്ലതേ സംസാരിക്കാൻ പാടൂ. എന്നാൽ ആധ്യാത്മികതയിലെ ഭഗവാന്റെ മഹാവാക്യത്തിലെ 2 കാര്യങ്ങളും കൂടെ അതിൽ ആഡ് ചെയ്യണം. ആദ്യം കേട്ടത് എന്താ? നല്ലതേ പറയാൻ പാടുള്ളൂ, നല്ലതേ കേൾക്കാൻ പാടുള്ളൂ, നല്ലതേ കാണാൻ പാടുള്ളൂ. എന്നാൽ 2 കാര്യങ്ങൾ ഏതെന്ന് വെച്ചാൽ നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം ചെയ്യുക. അങ്ങനെ 5 കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. എവിടെ നന്മകളുണ്ടോ അവിടെ നമ്മൾ നമ്മുടെ ബുദ്ധിയെ, മനസ്സിനെ നമ്മൾ തുറന്നു വയ്ക്കുന്നു. എവിടെ നമ്മൾ തിന്മ കാണുന്നു, എവിടെ അധർമ്മം കാണുന്നു, എവിടെ അസത്യം കാണുന്നു അവിടെ നമ്മുടെ ബുദ്ധിയെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അടച്ചു വെക്കണം. ഒരിക്കലും മോശമായത് കാണാനോ കേൾക്കാനോ സംസാരിക്കാനോ ചിന്തിക്കാനോ പറയാനോ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ആമ എല്ലാ ജീവജാലങ്ങളിലും വെച്ച് ഏറ്റവും ആയുസ് കൂടിയ ജീവി എന്ന് പറയുന്നത് ആമയാണെന്നാണ് പറയുന്നത്. ആമ ശരിക്കും പറഞ്ഞ് 250 വർഷക്കാലം, എവിടെ എഴുതി വായിച്ചതാണ്, 250 വർഷക്കാലമൊക്കെ ആമ ജീവിക്കുന്ന പറയുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. അത് ആമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ആമയുടെ കൈയും കാലും അതിൻ്റെ തലയും ആവശ്യത്തിന് വേണ്ടി മാത്രമേ അത് പുറത്തേക്കിടുള്ളൂ.
ആവശ്യങ്ങൾ കഴിഞ്ഞാൽ അതിൻ്റെ കൈയും കാലും തലയും എന്ത് ചെയ്യുന്ന കാണാം, അതിൻ്റെ പുറന്തോടിലേക്ക് അതെന്ത് ചെയ്യുന്നു വെച്ചാൽ വലിച്ചു വെക്കുന്നതാണ്, അല്ലെ, ഉൾവലിയുക എന്ന് പറയും. നോക്കി, ഇതേപോലെ ആയിരിക്കണം ആത്മാവായിരിക്കുന്ന നമ്മുടെ സെൻസ് ഓർഗൻസ്. അതാണ് ഈ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. കണ്ണ്, ചെവി, മൂക്ക്, വായി, ത്വക്ക്. എവിടെ നമുക്ക് ആത്മാവിന് ആവശ്യങ്ങളുണ്ടോ അവിടെ ഈ ഇന്ദ്രിയങ്ങളെ പുറത്തേക്കിടുന്നു. എവിടെ ആവശ്യങ്ങളില്ലയോ അവിടെ ഈ ഇന്ദ്രിയങ്ങൾ എന്ത് ചെയ്യാണ്, അല്ലെ, ഉൾവലിഞ്ഞ് നമ്മൾ വെക്കുന്നു. ഇന്ന് വളരെയധികം ഇന്ദ്രിയങ്ങളെ മിസ്യൂസ് ചെയ്യുന്നത്, ഇന്ദ്രിയങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ജീവി ഏതെന്ന് വെച്ചാൽ അത് മനുഷ്യനാണ്. മനുഷ്യന്റെ ആയുസ് കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ദ്രിയ ലോലുപതയാണ്. അതായത് ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി മാത്രം തൻ്റെ ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണത്രേ മനുഷ്യന്റെ ആയുസ് കുറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നത്. എന്നാൽ ആമ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ തൻ്റെ കർമ്മേന്ദ്രിയങ്ങളെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. ആവശ്യങ്ങൾ കഴിഞ്ഞാൽ അതുപോലെ ചുരുട്ടി വെക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ക്ഷേത്രങ്ങളിൽ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെ, കൽവിളക്കുകൾ ഉണ്ടാവില്ലേ? ആ കൽവിളക്കുകൾ ഏതിൻ്റെ മേലെ വെക്കാറുള്ളത്? ആമയുടെ മേലെയാണ്. അതിനർത്ഥം ആമയ്ക്ക് ഇത്രയും ശക്തിയാണുള്ളത്. അതായത് മെൻ്റൽ സ്ട്രെങ്താണ് അവിടെ കാണിക്കുന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നോക്കൂ, ഒരുപാട് കുടുംബ ഭാരങ്ങളുണ്ട്, ജീവിത ഭാരങ്ങളുണ്ട്. പക്ഷെ ഏത് ഭാരത്തെയും താങ്ങി നിർത്താനുള്ള കഴിവ് നമ്മുടെ മനസ്സിന് ആവശ്യമാണെങ്കിൽ നമ്മുടെ മനസ്സും എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ ഇന്ദ്രിയ സുഖത്തിലേക്ക് നമ്മുടെ മനസ്സ് കൂടുതൽ പോരുത്. നമ്മുടെ മനസ്സും നമ്മുടെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളും എത്രത്തോളം ഇന്ദ്രിയ സുഖം നമ്മൾ ആഗ്രഹിക്കുന്നുവോ നമ്മുടെ കാര്യക്ഷമത കുറയുകയാണ് ചെയ്യുന്നത്. അതായത് കർമ്മകുശലത നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ദ്രിയ സുഖങ്ങൾക്ക് ആസക്തരാവരുത് എന്നുള്ള അർത്ഥത്തിലാണ് ഏത് കാണിച്ചിരിക്കുന്നത്? ഉൾവലിയാനുള്ള ശക്തി ആമയെ കാണിച്ചിരിക്കുന്നത്. നോക്കൂ, ഈ അഷ്ടശക്തികളും നമുക്ക് ആത്മാക്കൾക്ക് പ്രാപ്തമാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും ഒരു പരമാത്മാവിലേക്ക് ഏകാഗ്രമാക്കുമ്പോഴാണ്. നമ്മുടെ മനസ്സിനെയും നമ്മുടെ ബുദ്ധിയെയും എത്രത്തോളം ഈശ്വര സ്മൃതിയിലേക്ക് ലയിപ്പിക്കുന്നുവോ, നമ്മുടെ ഉള്ളിൽ പ്രഭുവിൻ്റെ ചിന്തനം, ഈശ്വരൻ്റെ ചിന്തനം എത്രത്തോളം നമ്മുടെ ഉള്ളിൽ നിറയുന്നുവോ അതിനനുസരിച്ച് നമ്മൾ ആത്മാവ് ശാക്തീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ആത്മാവിൽ അടങ്ങിയിരിക്കുന്ന സാത്വികമായിട്ടുള്ള ശുദ്ധമായ ആത്മാവിൻ്റെ നാച്ചുറൽ ആയിരിക്കുന്ന ക്വാളിറ്റീസ് ഉണരാനായിട്ട് ആരംഭിക്കുകയും ചെയ്യുന്നു. ഇനി ഈ രാജയോഗ നമുക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ പറയില്ലേ, വിധിയിലൂടെ മാത്രമേ സിദ്ധി ഉണ്ടാകുള്ളൂ എന്ന് പറയും. ഏതൊന്നിനും എന്തുണ്ട്? വിധിയുണ്ട്. വിധിയിലൂടെ നമ്മൾ പോകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നത് എന്തായിരിക്കും? പ്രാപ്തി വളരെ നല്ലതായിരിക്കും. ഇന്ന് കലിയുഗത്തിൽ കണ്ടിട്ടില്ലേ മനുഷ്യര് ഏത് വിധേനയും പൈസ സമ്പാദിക്കാന്നുള്ളതാണ്. അതിനർത്ഥം പൈസ ഉണ്ടാക്കാൻ ഒരു വിധിയുണ്ട്, ഒരു മാർഗമുണ്ട്. പക്ഷെ ആ മാർഗമൊക്കെ മനുഷ്യൻ എന്തായി എന്നേ വിട്ടിരിക്കുന്നു. മനുഷ്യന്റെ വിചാരം എങ്ങനെയെന്ന് വെച്ചാൽ എങ്ങനെയും കാശുണ്ടാക്കുക എന്നുള്ളത്. പക്ഷെ അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് വന്നപ്പോൾ ഉണ്ടാക്കുന്ന ലക്ഷങ്ങളും ഉണ്ടാക്കുന്ന 10,000ങ്ങളും ഇന്ന് ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടേക്കാണെന്നറിയോ? ആശുപത്രികളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഉണ്ടാക്കുന്ന മാർഗം അതാണ്, അല്ലെ? വിധി അതാണ്. വിധി അതായതുകൊണ്ട് അത് അനുഭവിക്കാൻ ഒരിക്കലും എന്തില്ല? യോഗമില്ലാതെ പോവാണ്. അതേസമയം നമുക്കും ഇവിടെ രാജയോഗത്തിൻ്റെ പ്രാപ്തികൾ നമുക്ക് കിട്ടണമെങ്കിൽ അതിനും ഒരു വിധിയുണ്ട്. ആ വിധി നമ്മളും ഫോളോ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. ഇപ്പം നോക്കൂ, ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ട് ശരിയാണ്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നേടിയെടുക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ പിന്നിൽ എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. ജീവിതത്തിൽ പ്രയത്നിക്കാതെ നമുക്കൊന്നും കിട്ടില്ല. കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഏതൊന്നിനും അതിൻ്റെ പിന്നാലെ എന്തുണ്ട്? പരിശ്രമമുണ്ട്, കഠിനമായ അധ്വാനമുണ്ട്. പരിശ്രമത്തിൻ്റെ ആധാരത്തിലും പ്രയത്നത്തിൻ്റെ ആധാരത്തിലും മാത്രമേ ഒരു മനുഷ്യനെ എന്തും ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ശരിയല്ലേ ഇത്? അങ്ങനെയെങ്കിൽ നമ്മളിതിൽ പാലിക്കേണ്ടത് എന്താണ്? അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം.
അന്നശുദ്ധി വളരെ പ്രധാനമാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാകും ഒരു പഴഞ്ചൊല്ല്, എപ്രകാരം അന്നം അപ്രകാരം മനം എന്ന് പറയും. ഏതുപോലെയാണോ നമ്മൾ കഴിക്കുന്ന ആഹാരം അതുപോലിരിക്കൂത്ര നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. ഇന്ന് നോക്കൂ, മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭക്ഷണ രീതിക്ക് തന്നെ പറയാറുണ്ട് 3 തരത്തിലാണ് ഭക്ഷണം എന്ന് പറയും. 1 സാത്വികം, 2 രാജസീകം, 3 താമസികം. അങ്ങനെ 3 പ്രകാരത്തിൽ സതോ രജോ തമോ, അങ്ങനെ 3 തരത്തിലുള്ള ഭക്ഷണമാണ് മനുഷ്യൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. അതിലെ സാത്വികമായിട്ടുള്ള ഫുഡ് അഥവാ ശുദ്ധമായ ആഹാരം എന്ന് പറയുന്നത് ഏതാണ്? വെജിറ്റബിൾസ് ആകാം, ഫ്രൂട്ട്സ് ആകാം, പയറുവർഗ്ഗങ്ങളാകാം, ധാന്യങ്ങളാകാം, അരിയാഹാരമാകാം. അതൊക്കെ പറയുന്നതാണ് സാത്വികമായ ആഹാരം, ശുദ്ധമായിട്ടുള്ള ഭക്ഷണം. ഈ ശുദ്ധമായ ഭക്ഷണം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കും, സ്വഭാവത്തെ ശുദ്ധീകരിക്കും, ജീവിതത്തെ ശുദ്ധീകരിക്കുന്നതാണ്. ഇനി 2ാമത്തെ പ്രകാരത്തിലുള്ള ഫുഡ് എന്ന് പറയുന്നത് രാജസീകം. അതാണ് ലഹരി പദാർത്ഥങ്ങൾ, മദ്യം, മയക്കുമരുന്ന്, പുകവലി, അല്ലെങ്കിൽ ഉള്ളി, വെളുത്തുള്ളി, മുള്ളങ്കി, വലിയുള്ളി, ഇതെല്ലാം പറയുന്നത് രാജസീകമാണ്. ഇത് നമ്മുടെ ഉള്ളിലെ ഉത്തേജനങ്ങൾ ഉണ്ടാക്കും. എന്ത് നമ്മുടെ ഉള്ളിലെ വേണ്ടാത്ത മോശമായിട്ടുള്ള സ്വഭാവങ്ങളുണ്ടോ ഇതിനെല്ലാം, എന്ത് ദുർവാസനകളെയും ഉത്തേജിപ്പിക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത് രജു പ്രധാനമായിട്ടുള്ള ഭക്ഷണങ്ങൾക്ക് ഉണ്ട്. 3ാമത്തേതാണ് താമസികം. താമസികം എന്ന് പറയുന്നത് മത്സ്യം, മാംസം, എഗ്ഗ്. ഇന്ന് മനുഷ്യൻ എങ്ങനെയാണ്? ഇങ്ങോട്ട് നമ്മളെ പിടിച്ച് തിന്നാത്ത ഒക്കത്തിന് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്? നമ്മൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെ? ഇന്ന് അങ്ങനെയല്ലേ നമ്മുടെ ലോകത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത്? പ്രത്യേകിച്ചും ഭാരതം ഈ കാര്യത്തിൽ അധപ്പതിച്ചു പോയിരിക്കുകയാണ്. നമ്മൾ ഇങ്ങോട്ട് എന്ത് കടിക്കില്ലയോ, നമ്മൾ ഏത് സാധനം പിടിക്കില്ലയോ അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? തിന്നാനായിട്ട് നമ്മൾ തുടങ്ങി. നമ്മൾ കേട്ടിട്ടുണ്ട്, കൊന്നാലത് തിന്നാ തീരെന്ന് പറയും. അപ്പം നമ്മൾ വിചാരിച്ചു ശരി, നല്ല കാര്യമല്ലേ, കൊന്നു കഴിഞ്ഞു, അപ്പം പിന്നെ എന്ത് ചെയ്യാം? അതിനങ്ങോട്ട് ഭക്ഷിക്കാം, തിന്നുക. അപ്പം പിന്നെ എന്തായി? അവിടെ പാപം തീർന്നു എന്ന് പറയും. എന്നാൽ തിന്നാ തീരുക അർത്ഥം ഭക്ഷിച്ച് തീരുക എന്നുള്ളതല്ല, പകരം അനുഭവിച്ച് തീരുക എന്നുള്ളതാണ്. ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് രോഗങ്ങൾ വന്ന് ശാരീരികവും മാനസികവുമായിട്ട് എത്രയാ നമ്മൾ പീഡനങ്ങൾ അനുഭവിക്കുന്നത്. ഒരു ചെറിയ ചെറിയ രോഗങ്ങൾ വരുമ്പോഴേക്കും ശരീരത്തിന് എന്തെല്ലാം പ്രകാരത്തിലുള്ള വേദനകളാണ് അനുഭവിക്കേണ്ടത് വരുന്നത്. നോക്കൂ, കൊന്നു തിന്നു നമ്മൾ. അതിൻ്റെ വേദന എന്താണെന്ന് ആരും കൂടെ അറിയണം? നമ്മളും കൂടെ അറിയണം. അതുകൊണ്ടാണ് നമുക്കും എന്ത് ചെയ്യേണ്ടി വരുന്നത്? ഇത്രയധികം വേദന തിന്നേണ്ടതായിട്ട് നമുക്ക് വരുന്നത്. അതുകൊണ്ട് ശരിക്കും രാജയോഗ ധ്യാനം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുമായിരിക്കും. പക്ഷെ എന്നാലും നിങ്ങളതൊന്ന് ശീലിക്കുകയാണ്. അതായത് സാത്വികമായിട്ടുള്ള ഭക്ഷണത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് രാജസികവും താമസികവുമായിട്ടുള്ള ഭക്ഷണത്തിനെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മൾക്ക് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് ശരിക്കും നമുക്ക് അനുഭവിക്കാൻ പറ്റും. നമ്മുടെ ചിന്തകളിലും നമ്മുടെ വാക്കിലും നമ്മുടെ കർമ്മത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ വ്യവഹാരത്തിലും ആകെ മൊത്തം നമ്മുടെ ജീവിതത്തിൽ തന്നെ സമഗ്രമായിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. കാരണം നോക്കൂ, ഭാരതീയ സംസ്കാരം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഭാരതത്തിൽ ഇല്ലാത്ത സംസ്കാരം എന്തെന്നറിയോ? കൊന്നു തിന്നുക എന്നുള്ളത്. ഇത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തതാണ് നമ്മൾ, അല്ലേ? പല രാജ്യങ്ങളെയും പല സംസ്കാരങ്ങളിൽ നിന്നും നമ്മൾ പഠിച്ചെടുത്തതാണ് എന്ത് കഴിക്കുന്നത്? കൊന്നു തിന്നുക എന്നുള്ളത്. നമ്മൾ ഭാരതത്തിൻ്റെ പുരാതന കാലത്തിലെ ആ പുരാതന സമ്പ്രദായവും പുരാതനമായിട്ടുള്ള സംസ്കാരവും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഭക്ഷണപ്രിയരാണ് ശരിക്കും ബ്രാഹ്മണർ, അല്ലെ? കണ്ടിട്ടില്ലേ? ഭക്ഷണപ്രിയരാണ് ബ്രാഹ്മണർ. അവർ വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കുക. എന്നാലും ആ വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അവർ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഒരിക്കലും എന്തുണ്ടാകാറില്ല എന്നറിയോ? മത്സ്യമോ മാംസമോ എഗ്ഗോ ഒന്നും ഉണ്ടായിരിക്കില്ല. നമുക്ക് കൊന്നു തിന്നുന്നത് മഹാപാപമാണ്. അതുകൊണ്ട് ബ്രാഹ്മണരെ കണ്ടിട്ടുണ്ടോ? ബ്രാഹ്മണരെ 8ഉം 9ഉം വയസ്സിലൊക്കെ അവർ വേദമന്ത്രങ്ങൾ പഠിക്കും. ഈ 8ഉം 9ഉം 10ഉം വയസ്സിൽ
അവരേത് വേദമന്ത്രങ്ങൾ പഠിച്ചിട്ടുണ്ടോ 90-95 വയസ്സിലും ഭയങ്കര ഓർമ്മശക്തിയായിരിക്കും അവർക്ക്. ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മൾ? ഭയങ്കര ഓർമ്മശക്തിയായിരിക്കും അവർക്ക്. അവർ പൂജിക്കുന്ന സമയത്തും അവർക്ക് എന്തൊരു ഏകാഗ്രതയാണെന്നറിയും. ഇന്നത്തെ കാലത്തെ അറിയില്ല, ഇന്നത്തെ സമൂഹത്തിൻ്റെ അറിയില്ല, പക്ഷെ മുൻപ് അങ്ങനെയായിരുന്നു. സാധന ചെയ്യുന്ന സംസ്കാരം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് മനുഷ്യർക്കൊരിക്കലും സാധന എന്ന് പറയുന്നത് ഇല്ലല്ലോ, അല്ലേ? ഇന്ന് ചെറിയ കുട്ടികൾ പോലും നോക്കിക്കോളൂ, ഒരു 8 വയസ്സ് 9 വയസ്സ് 10 വയസ്സ് 12 വയസ്സ് അവർക്കൊക്കെ സ്കൂളിൽ പോയിട്ട് പഠിക്കണമെങ്കിൽ അവർക്ക് പഠിച്ച കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടാവില്ല. ഇന്ന് നമ്മുടെ സ്കൂളുകളിലൊക്കെ മെമ്മറി മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയാ കൗൺസിലിങ്ങുകളും എത്രയാ ക്ലാസ്സുകളും കൊടുക്കുന്ന. കാരണം എന്താണ്? ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും മറവിശക്തി കൂടുകയാണ്, പകരം ഓർമ്മശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ മറവിശക്തി കൂടാനും ഓർമ്മശക്തി ശരിക്കും പറഞ്ഞാൽ കുറയുന്നതിനും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഏത് തന്നെയാണെന്നറിയൂ? ഈ തമോ പ്രധാനമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് ആരംഭിച്ചതാണ്. ഇനി നമ്മൾ പച്ചയായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞാൽ, നമ്മൾ ഈ താമസികമായിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിലൂടെ നമ്മുടെ വയറെന്താവുന്നു എന്ന് വെച്ചാൽ ശ്മശാനമാണ്. നമ്മുടെ വയറ് ശവപ്പറമ്പാണ്. ഏതുപോലെയാണോ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡെഡ് ബോഡിയെ കൊണ്ടുപോയിട്ട് വെക്കുന്ന സ്ഥലമുണ്ട്, അതിനെ നമ്മൾ എന്ത് പറയും? ശവപ്പറമ്പെന്ന് പറയും. സംസ്കരിക്കുന്ന സ്ഥലമാണത്, ശ്മശാനം. ഒരു ആൾക്കാരവിടെ വീട് പോലും കെട്ടി താമസിക്കില്ല, ഒരു കിണർ പോലും കുത്തില്ല, അല്ലേ? എത്രയോ ദൂരങ്ങളായിട്ടായിരിക്കും വീടുകളുടെയൊക്കെ, എത്രയോ ദൂരങ്ങളിൽ മാത്രമാണ് ശ്മശാനമൊക്കെ വെക്കാറുള്ളത്, അല്ലേ? അടുത്തേ വെക്കില്ല. പക്ഷേ ഇന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ വയറിനെ എന്താക്കി മാറ്റിയെന്നറിയും? ശ്മശാനാക്കി മാറ്റി, ശവപ്പറമ്പാണ്. കാരണം ഈ മത്സ്യവും മാംസവും ഒക്കെ കൊന്നു കഴിഞ്ഞാൽ അതിനെയൊക്കെ സംസ്കരിക്കുന്നത് എവിടെയെന്നറിയോ? നമ്മുടെ വയറിൻ്റെ ഉള്ളിലിട്ടിട്ടാണ്, അല്ലേ? അപ്പം നമ്മുടെ വയറെന്തായി മാറിയിരിക്കുന്നു? ശവപ്പറമ്പാണ്. നമ്മളൊന്ന് റോഡിലൂടെ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ കാണുകയാണ്, ഒരു പശു ചത്ത് കിടക്കുന്നു, അല്ലെങ്കിൽ ഒരു പൂച്ച ചത്ത് കിടക്കുന്നു, ഒരു നായ ചത്ത് കിടക്കുന്നു. നോക്കൂ, നമ്മൾ പോകുമ്പോൾ ഒരു വണ്ടി ഇടിച്ചോ, അതങ്ങനെ അവിടെ വീണോ, അത് ചത്തു. തിരിച്ചു വരുമ്പോഴേക്കും ആ വഴിയിലൂടെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അല്ലെ, മൂക്ക് നമ്മളൊന്ന് പൊത്തി പിടിക്കും. നമ്മുടെ വീട്ടിലൊരു എലി ചത്ത് കിടന്ന അങ്ങനെയല്ലേ, ഒരു പൂച്ച ചത്ത് കിടന്ന അങ്ങനെയല്ലേ, അല്ലേ? നമ്മൾ മൂക്കിനെ പൊത്തി പിടിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചീഞ്ഞു നാറാൻ തുടങ്ങും. മണിക്കൂറുകൾക്കുള്ളിൽ അത് ചെയ്യാനായിട്ട് ആരംഭിക്കണം. പുഴുക്കളും കൊതുകുകളും ഈച്ചകളും എന്തൊക്കെ ക്ഷുദ്രജീവികളുണ്ടോ ഇതൊക്കെ അതിനെ കൊത്തിവലിക്കും. ഈ സാധനത്തിനെയാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി അതിൽ മസാലകൾ പുരട്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഭക്ഷിക്കുന്നു, അല്ലേ? നമ്മൾ ആ സീനൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് കഴിക്കാൻ തോന്നും? ഒരിക്കലും നമുക്ക് തോന്നില്ല. കാരണം അത്രയും മോശമായിട്ടുള്ള പദാർത്ഥമാണ് നമ്മൾ കഴിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ തന്നെ ഘടന നിങ്ങൾ എടുത്തു നോക്കുക. മനുഷ്യ ശരീരത്തിൻ്റെ ഘടനയിലെ കയ്യിൽ നോക്കിക്കോളൂ, നമ്മുടെ നഖങ്ങൾ പരന്നതാണ്. നമ്മുടെ വായിലെ പല്ലുകൾ എന്ന് പറയുന്നത് പരന്നതാണ്, അല്ലേ? കൂർത്തുമൂർത്തതല്ല, പകരം പരന്ന പല്ലും പരന്ന നഖമാണ്. പക്ഷെ മൃഗങ്ങളുടേത് എങ്ങനെയെന്ന് വെച്ചാൽ കൂർത്തുമൂർത്ത പല്ലുകൾ നഖങ്ങളാണ്. കാരണം അവയ്ക്ക് എങ്ങനെയെന്ന് വെച്ചാൽ ഇര പിടിച്ച് അതിനെ കടിച്ച് മുറിച്ച് കൊന്ന് അതിനെ ഭക്ഷിക്കണം എന്നാണ്. പക്ഷെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് കൃഷി ചെയ്യാനും, അല്ലെ, വിളവെടുക്കാനായിട്ടും ഭക്ഷണം പാചകം ചെയ്യാനായിട്ടും എല്ലാറ്റിനുള്ളൊരു ബുദ്ധി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നോക്കൂ, ഒരു വേദങ്ങളിലും ഒരു ഉപനിഷത്തുകളിലും ഒരു പുരാണ ഇതിഹാസങ്ങളിലും മനുഷ്യൻ മാംസം ഭക്ഷിക്കാം എന്നുള്ളത് ഒരിക്കലും എവിടെ എഴുതി വെച്ചിട്ടില്ല. നമ്മൾ നമ്മുടെ സൗകര്യാർത്ഥം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ടുണ്ടാവായിരിക്കാം. പക്ഷെ പുരാതന കാലം മുതൽക്ക് തന്നെ എവിടെയും എഴുതി വെക്കാത്തൊരു സംഭവമാണ് അതെന്ന് പറയും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പതുക്കെ പതുക്കെ നമ്മൾ ഇതിനൊന്ന് കുറച്ച് വരേണ്ടത് ആവശ്യമാണ്, അല്ലേ? നോക്കൂ, നമ്മൾ കഴിക്കുമ്പോൾ വിചാരിക്കും, ചിലപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ ഈ ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്? അവർക്ക് ആരോഗ്യം കിട്ടട്ടെ, അല്ലെ? മാംസാഹാരം കഴിക്കുന്നതിലൂടെയാണ് ആരോഗ്യം കിട്ടുക എന്ന് പറയും. മാംസാഹാരം കഴിക്കുന്നത് കൊണ്ട് ഒരിക്കലും നമുക്ക് ആരോഗ്യം കിട്ടാൻ പോണില്ല, ആരോഗ്യം നശിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, നമുക്ക് ചുറ്റുമുള്ള ജീവികളിൽ ആന, അല്ലെ, കണ്ടാമൃഗം, അതേപോലെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് നല്ല ശക്തിയാണ് കുതിര. ഇതൊക്കെ എന്താ ഭക്ഷണം കഴിക്കണമെന്ന് പറയട്ടെ?
പക്ക സസ്യബുക്കാണ് ആനയൊക്കെ. ആനയെ പോലെ കരയിലെ ഏറ്റവും ബലമുള്ള ജീവി എന്ന് പറയുന്നത് ഏതുമില്ല. ആണോ അല്ലയോ? അല്ലേ? പക്ഷേ ആന പോലും കഴിക്കുന്നത് എന്തെന്നറിയോ? ഒരു കൊല പഴത്തിനകത്താക്കിയെന്ന് വരും, കുറെ ശർക്കര കഴിച്ചു എന്ന് വരും, അല്ലേ? ഒരു പറയോളം ചോറൊക്കെ ചിലപ്പോൾ ഒറ്റയടിക്ക് കഴിച്ചു എന്ന് വരും. സാത്വികമായിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത്. അതുകൊണ്ട് നോക്കൂ, ആനയുടെ സ്വഭാവത്തിലും ആ ശാന്തതയുണ്ട്, അല്ലെ? സൗമ്യനാണ്. റോഡിലൂടെ പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ടോ? ഒരു പുലിയാണ് റോഡിലൂടെ പോകുന്നത്, ഒരു സിംഹമാണ് റോഡിലൂടെ പോകുന്നത് എങ്കിൽ നമ്മൾ ആരെങ്കിലും ഇങ്ങനെ നോക്കി നിൽക്കൂ, അല്ലെ? അതേസമയം ആന റോഡിലൂടെ എത്ര തിക്കിലും തിരക്കിലും ഒക്കെ പോവുകയാണെങ്കിലും പാവ അതെങ്ങനെ നിൽക്കുന്നത്? അത് ആരും ഉപദ്രവിക്കാൻ പോവാറില്ല. ചിലപ്പോൾ മനുഷ്യൻ അതിനെ ഉപദ്രവിക്കുമ്പോഴാണ് അതിനെ മതം പൊട്ടുന്നതും അതിന് ദേഷ്യം വരുന്നതും, അല്ലെ? അത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതൊക്കെ മനുഷ്യന്റെ ഉപദ്രവത്തിന് അത് പ്രതികരിക്കുക ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ നാച്ചുറൽ ആയിരിക്കുന്ന സ്വഭാവം എന്ത് തന്നെയാണെന്നറിയോ? ശാന്തനാണ്, വളരെ സൗമ്യനാണ്. നോക്കൂ, നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളിലും ആര് സാത്വികമായിട്ടുള്ള ഫുഡ് കഴിക്കുന്നുവോ അവരൊക്കെ എങ്ങനെയുള്ളതാണെന്നറിയോ? ശാന്തരാണ്. അവര് സൗമ്യരാണ്. പക്ഷെ ഇന്ന് കലിയുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ നമ്മുടെ ശാന്തതയും നമ്മുടെ സൗമ്യതയും ഒക്കെ പോയി നമ്മൾ ഇത്രയും ക്രൂരന്മാരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ ദുഷ്ടതയും നമ്മുടെ ഉള്ളിലെ മൃഗീയമായിട്ടുള്ള വാസനകളും കൂടുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളൊരു ഭക്ഷണ രീതി കഴിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോന്നറിയില്ല, കുറേ വർഷങ്ങൾക്ക് മുന്നേ, ഒരു 8-9 വർഷങ്ങൾ, എൻ്റെ ഓർമ്മയിൽ 8-9 വർഷമായി എന്ന് വിചാരിക്കുന്നു, പാലക്കാട് തന്നെ നടന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു എന്ന് വെച്ചാൽ, ഒരു ഹസ്ബൻഡും വൈഫും കൂടി ഒരു വീട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ രാത്രിയാകുന്ന സമയത്ത് ഹസ്ബൻഡ് ഭാര്യനെ ശ്വാസം മുട്ടിച്ച് കൊന്നതിന് ശേഷം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും മുറിച്ച് മാറ്റി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ടൗണിൻ്റെ പല ഭാഗത്ത് കൊണ്ടുപോയിട്ട് ഇട്ട് വെച്ചു, പല ഭാഗത്ത് കൊണ്ടുപോയി ഇട്ട് വെച്ചു. അപ്പോൾ ഇവർ വീടിൻ്റെ മുകൾ ഭാഗത്താണ് താമസിക്കുന്നത്. താഴെ വീടിൻ്റെ ഓണർ ചോദിക്കുന്നു, അല്ലേ, എവിടെ പോയി ഭാര്യ എന്ന് വെച്ചപ്പോൾ ഭാര്യ ഭാര്യയുടെ വീട്ടിലാണെന്ന് പറഞ്ഞു. ഇവർ വിശ്വസിക്കുകയും ചെയ്തു. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അറിയുന്നത് ഈ ആൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഓരോ ദിവസം രാവിലെ പോകുമ്പോൾ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തിൻ്റെ ബാഗിലിട്ടിട്ട് പോവുക ചെയ്യണത്. പോലീസുകാരുടെ അന്വേഷണത്തിൽ പോലീസുകാർ പറഞ്ഞത് ഇതാണ്: ഒന്നും ഇത് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡോക്ടർക്കാണ്, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുന്നത് ഇറച്ചി വെട്ടുകാരനാണ്. കാരണം ഒരു ഡോക്ടർക്കും ശരീരത്തിൻ്റെ ശാസ്ത്രം എന്താണെന്നറിയാം, അല്ലേ? അതേപോലെ ശരീരത്തിൻ്റെ ശാസ്ത്രം മനസ്സിലാക്കി വെക്കുന്നത് ആരാണെന്നറിയോ? പിന്നീട് ഒരു ഇറച്ചി വെട്ടുകാരൻ. അന്വേഷിച്ചപ്പോൾ ശരിയാണ്, അദ്ദേഹം എന്ന് പറയുന്നത് മാട്ടിറച്ചി വിൽപ്പനക്കാരനായിരുന്നു. അന്വേഷിച്ച് വന്നപ്പോൾ നോക്കൂ, അയാൾക്ക് എല്ലാ ദിവസവും ഇറച്ചി വെട്ടിയിട്ട് എന്തായി? മനസ്സ് മരവിച്ചു പോയി. ഭാര്യ എന്നൊന്നുമില്ല, മക്കളൊന്നൊന്നുമില്ല, സഹോദരനൊന്നുമില്ല, അമ്മയെന്നൊന്നുമില്ല. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഭാര്യയോട് ദേഷ്യം വന്നു, പിണങ്ങി, ഏതോ കാര്യത്തിൽ തമ്മിൽ തെറ്റി, പിന്നെ അവസാനം എന്ത് ചെയ്തു? ഭാര്യയെ കൊന്നു, അല്ലേ? ഇനി കൊന്നത് പോട്ടെ, ഓരോ ഭാഗങ്ങൾ മുറിച്ചു മാറ്റി ഓരോ സ്ഥലത്ത് കൊണ്ടുപോയിട്ടിടുമ്പോൾ അയാളെ മനുഷ്യൻ എന്ന് പറയൂ, അയാളെ മൃഗം എന്ന് പറയൂ, അയാളെ രാക്ഷസൻ എന്ന് പറയൂ, അസുരൻ എന്ന് പറയൂ. നോക്കൂ, മനുഷ്യൻ എന്ന് പറയുമ്പോൾ എന്തെന്നറിയോ? മനുഷ്യന്റെ സ്വഭാവം എന്തെന്ന് വെച്ചാൽ മനുഷ്യന് ഇത്തിരി പേടിയാണ്, തെറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് പേടിയാണ്. ഇനി അടുത്തത് മൃഗം എന്ന് പറയുമ്പോൾ മൃഗത്തിന് പാപവും പുണ്യം തമ്മിൽ തിരിച്ചറിയില്ല. അതിന് വിശക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? അത് കൊല്ലുന്നു, അത് തിന്നുന്നു. ഇനി അസുരന്മാരെങ്ങനെയെന്ന് വെച്ചാൽ അസുരന്മാർ കൊല്ലുക എന്നുള്ളതിനേക്കാളും ചെയ്യുന്നത് കലഹിക്കുകയാണ്. രാക്ഷസന്മാരാണ് എന്ത് ചെയ്യുക? കൊല്ലുന്ന സ്വഭാവമുള്ളത്, അല്ലേ? ഇന്ന് കലിയുഗത്തിൽ ജീവിക്കുമ്പോൾ ഈ കൊല്ലുന്ന സംസ്കാരം മനുഷ്യൻ്റെ ഉള്ളിൽ കടന്നു വരുമ്പോൾ ഇന്ന് മനുഷ്യനാണോ അതോ മൃഗമാണോ അതോ അസുരനാണോ അതോ രാക്ഷസനാണോ? നോക്കൂ, നമ്മുടെ ഉള്ളിൽ ഈ രാക്ഷസീയമായ സംസ്കാരവും രാക്ഷസീയമായിട്ടുള്ള ബുദ്ധിയും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഏത് തന്നെയാണെന്നറിയോ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഉണ്ടായതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ പതുക്കെ നമ്മൾ ഭക്ഷണത്തിൻ്റെ രീതി നമ്മൾ മാറ്റുക, സമ്പ്രദായത്തെ നമ്മൾ മാറ്റുക. നമ്മുടെ ഹൈന്ദവ ധർമ്മത്തിൽ നോക്കിക്കോളൂ, ഏതൊരു കാര്യവും വിളക്കു കൊളുത്തി ചെയ്യുന്നൊരു ചടങ്ങ് നമ്മുടെ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ വിളക്കു കൊളുത്തി ചെയ്യുന്ന ഒരു ചടങ്ങിലും ഇലയിലെ എന്ത് വിളമ്പാറില്ല?
ഒരു മാംസാഹാരം വിളമ്പാറില്ല. ഉണ്ടോ? കണ്ടിട്ടില്ല നമ്മൾ. നോക്കൂ, ഓണമാണ്, ഓണസദ്യ എന്നാ പറയുന്നത് അല്ലേ? എത്ര വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യയാണ് വിളമ്പുന്നത് ഒരു ഇലയില്. പക്ഷെ ഒന്നില് പോലും എന്തില്ല എന്ന് പറയുന്നത് അല്ലെ? മാംസം എന്ന് പറയുന്നതില്ല. ഇതെന്ന് മനസ്സിലാക്കേണ്ടത് ഹൈന്ദവ സംസ്കാരം എന്ന് പറയുന്നതും ഭാരതത്തിന്റെ സനാതനമായിട്ടുള്ള സംസ്കാരത്തിലെ ഒരിക്കലും ഏത് പറഞ്ഞിട്ടില്ല എന്ന് പറയട്ടെ? മത്സ്യം, മാംസം, എഗ്ഗ് എന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ല. ഇനി ചിലരൊക്കെ വിചാരിക്കാറുണ്ട് എഗ്ഗ് എന്ന് പറയുന്നത് അല്ലേ, അതിപ്പോൾ എന്താ മാംസമൊന്നും അല്ലല്ലോ, അത് കഴിക്കാമല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഈ എഗ്ഗ് തന്നെ ഇന്ന് ആളുകൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ആ എഗ്ഗ് വിരിഞ്ഞ് പെട്ടെന്നൊരു 1.5-2 മാസത്തിനുള്ളിൽ പൂർണ്ണ വളർച്ചയെത്താനുള്ള ഒരു കോഴിയായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഹോർമോൺ അതിൻ്റെ ശരീരത്തിൽ കുത്തിവെക്കും. ഈ ഹോർമോൺ കുത്തിവെച്ചിട്ടാണ് നല്ല തൂക്കമുള്ള 2-2.5 കിലോ തൂക്കമുള്ള വലിയൊരു കോഴിയായിട്ട് അത് മാറുന്നത്. പക്ഷെ ഈ ഹോർമോൺ കുത്തിവെച്ചിട്ടാണല്ലോ ഇങ്ങനെയുള്ളതൊരു വളർച്ച കിട്ടുന്നത്. ഈ ചിക്കൻ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇതിൽ കണ്ടിരിക്കുന്നത്, ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് ചിക്കനാണ്. ഇത് നമ്മൾ കഴിക്കുന്നതിലൂടെ സ്ത്രീക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികൾ 8-10 വയസ്സാകുമ്പോഴേക്കും പെൺകുട്ടികൾ പ്രായപൂർത്തിയാകും. ശരീരം കൊണ്ട് പ്രായപൂർത്തിയാകും, മനസ്സിന് പക്വതയുണ്ടാവില്ല. മാനസികമായിട്ടുള്ള വികാരി ചിന്തകൾ പെട്ടെന്ന് ഉടലെടുക്കുകയും ചെയ്യും. കാരണം ശരീരത്തിലെ ഹോർമോൺസിന്റെ ഇംബാലൻസ്ഡ് ആണ്. അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ജാസ്തിയാണ്. നെഗറ്റീവായിട്ടുള്ള മാർഗങ്ങളിലേക്ക് പോകുക എന്നുള്ളതും കുട്ടികൾക്ക് എളുപ്പമാണ്. ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ചീത്തയായ വഴിയിലേക്ക് പോകുന്നത് ഏത് പ്രായത്തിലുള്ള കുട്ടികളാണെന്നറിയോ? ടീനേജ് പ്രായക്കാരാണ്. ഈ ടീനേജ് പ്രായക്കാരെ ഇത്രയും വഴിതെറ്റി സഞ്ചരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതാണ്. ഇനി ആൺകുട്ടികൾക്ക് അഥവാ പുരുഷന്മാർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, ചിക്കൻ ധാരാളം കഴിക്കുന്നതിലൂടെ പുരുഷന്മാരുടെ ഉള്ളിലെ പൗരുഷം കുറയും. പൗരുഷം കുറയുകയും സ്ത്രൈണഭാവം എന്ന് പറയുന്നത് പുരുഷന്മാരിൽ കൂടുകയും ചെയ്യും. അപ്പൊ നോക്കൂ, അത് സമൂഹത്തിന്റെ വളരെ വലിയൊരു വിനാശത്തിലേക്ക്, വിപത്തിലേക്കാണിത് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിയുന്നുണ്ടോ അല്ലേ? ഇത് പ്രാക്ടിക്കൽ വശങ്ങളാണ്. ഒന്ന്, നമ്മൾ കഴിക്കുന്നതിലൂടെ ശരീരത്തിന് പല പല രോഗങ്ങൾ ഉണ്ടാകുന്നു, മനസ്സിന് പലതരത്തിലുള്ള വൈകല്യങ്ങൾ ഉണ്ടാകുന്നു, സമൂഹവും വലിയൊരു വിപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ചോര ചിന്തുന്ന ഭക്ഷണത്തെ നമ്മൾ ഒഴിവാക്കുക. എവിടെ ചോര ചിന്തുന്ന ഭക്ഷണം ഉണ്ടോ, ചോര ചിന്തിയ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മുടെ വയറിനെ ഒരിക്കലും നമ്മൾ നിറയ്ക്കാൻ പാടില്ല. അത് ചെയ്യുന്നത് മഹാപാപമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് രാജയോഗത്തിലെ നമ്മളൊരു കാര്യം പറയുന്നത് ഭക്ഷണത്തെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ശുദ്ധമായ ഭക്ഷണം കഴിക്കുക. ഇത്രയും കേട്ടതുകൊണ്ട് ഇനി ഞങ്ങൾ നാളെ മുതൽ ക്ലാസ്സിന് വരില്ല എന്ന് ചിന്തിക്കോ? ഇല്ലല്ലോ അല്ലേ? ഇത് ഇത്രയും കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് എന്തിനു വേണ്ടി പറയണമെന്ന് വെച്ചാൽ, നമുക്കത് കഴിക്കാനുള്ള ആ മനസ്സെന്ത് ചെയ്യണം? ആ മനസ്സൊന്ന് കളയാൻ വേണ്ടിയിട്ട്, ആ മനസ്സ് നമ്മുടെ പോകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയണത്. കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മളത് നിർത്തിയാൽ പതുക്കെ നിർത്തുകയാണെങ്കിൽ അത് കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മരിച്ചൊന്നും പോകാൻ പോടില്ല അല്ല, ഒന്നും നമുക്ക് സംഭവിക്കാൻ പോടില്ല. നമ്മുടെ മനസ്സും ബുദ്ധിയും കുറച്ചുകൂടെ സാത്വികവും ശുദ്ധവുമായിട്ട് മാറുക തന്നെ ചെയ്യുള്ളൂ. പിന്നെ നമുക്ക് ഈ രാജയോഗ മെഡിറ്റേഷനിലൂടെ അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മനസ്സിൻ്റെ ശുദ്ധീകരണമാണ്. നമ്മുടെ മനസ്സിലെ എല്ലാ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെയും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മുടെ ഉള്ളിലെ സ്വാർത്ഥമായ താല്പര്യങ്ങൾ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അത്യാഗ്രഹങ്ങൾ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന മത്സരബുദ്ധി, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കാമവാസനകൾ, ക്രോധത്തിൻ്റെ സ്വഭാവം, അങ്ങനെ എന്ത് പഞ്ചവികാരങ്ങളുണ്ടോ ആ വികാരങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ മനസ്സിലെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെയും മാറ്റാൻ പറ്റും. അപ്പോൾ മനസ്സിൻ്റെ ശുദ്ധിയും നമുക്ക് രാജയോഗത്തിലൂടെ സാധ്യമാകുന്നതാണ്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് നമ്മുടെ ശരീരത്തിൻ്റെ ശുദ്ധിയാണ്. ശരീരത്തിൻ്റെ ശുദ്ധിയിൽ നമുക്ക് പെടും ശരിക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത്. കാരണം ശുദ്ധമായ ആഹാരം നമ്മൾ കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിനും എന്ത് കിട്ടുകയാണ് ചെയ്യുന്നത്? ശരീരശുദ്ധി ലഭിക്കുകയാണ്. അടുത്തത് നമുക്ക് വേണ്ടത് വാക്ശുദ്ധിയാണ്. നമ്മൾ എന്ത് സംസാരിക്കുന്നു അല്ലേ? നമ്മൾ ഇന്നത്തെ ദിവസം തന്നെ നോക്കിക്കോളൂ, വിജയദശമി നാളിൽ
എല്ലാ കുട്ടികളെ കൊണ്ടും എന്താ ചെയ്യുന്നത്? നാക്കിൽ തന്നെ നമ്മൾ എഴുതിപ്പിക്കും. ആദ്യ അക്ഷരം കുട്ടികൾക്ക് നാവിൽ എഴുതിപ്പിക്കും. എന്താ അതിനർത്ഥം എന്ന് വെച്ചാൽ, കുട്ടികൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ കുട്ടികളുടെ വായിൽ എന്തേ വരാൻ പാടുള്ളൂ? സരസ്വതി വചനങ്ങളായിരിക്കും. അത് കുട്ടികളെന്നല്ല, വളർന്നു വലുതായാലും ഏത് മനുഷ്യന്റെ നാവിലും എങ്ങനെയുള്ള ശബ്ദമാണ് വേണ്ടത്? സരസ്വതി വചനങ്ങളായിരിക്കും. ബുദ്ധിയിൽ എന്നും സരസ്വതിയെ വെച്ചുകൊണ്ട് വായിലൂടെ വരുന്ന ശബ്ദങ്ങൾ സരസ്വതി വചനങ്ങളായിരിക്കണം എന്ന് പറയും. പക്ഷെ ഇന്ന് നോക്കൂ, നമ്മൾ വളർന്ന് വലുതാകുമ്പോഴേക്കും നമ്മൾ അസത്യം പറയാൻ തുടങ്ങും, അല്ലെ? നുണ നമ്മൾ പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ക്രൂശിക്കുന്ന തരത്തിൽ, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ നമ്മൾ പറയും, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ പരിഹസിക്കും, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന, അവരുടെ ഹൃദയത്തിനെ തന്നെ കീറി മുറിക്കുന്ന തരത്തിലുള്ള വാക്കുകളൊക്കെ നമ്മൾ പറയും. അതിനെ വാക്ശുദ്ധി എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ചുറ്റുമുള്ള വജ്രായുധങ്ങളിൽ വെച്ചും ഏറ്റവും മൂർച്ചകൂടിയ ആയുധം എന്ന് പറയുന്നത് ഏതാണെന്നറിയോ? മനുഷ്യന്റെ നാവാണെന്നാ പറയും. നാവിൽ നിന്ന് പോകുന്ന ചില വാക്കുകൾ ചില ആളുകൾക്ക് അത് അനുഗ്രഹമായിട്ട് മാറും. എന്നാൽ ചിലപ്പോൾ നമ്മൾ എങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞു എന്ന് വരുന്നറിയോ? ശാപം നിറയുന്ന വാക്കുകൾ നമ്മൾ പറഞ്ഞു എന്ന് വരും. ഒരിക്കലും മറ്റുള്ളവരെ ശപിക്കുന്ന തരത്തിലോ മറ്റുള്ളവരെ പരിഹസിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന തരത്തിലോ ഒരു വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരാനായിട്ട് പാടുള്ളതല്ല. കാരണം വായിൽ നിന്ന് പോകുന്ന ശബ്ദങ്ങളെ തിരിച്ചെടുക്കാൻ പറ്റില്ല, അല്ലെ? നമ്മൾ പറയില്ലേ, തൊടുക്കുന്ന അമ്പുകളും അതേപോലെ വായിൽ നിന്ന് പോകുന്ന ശബ്ദങ്ങളെയും എന്ത് ചെയ്യാൻ പറ്റില്ലെന്നാ പറയുക? തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയും. ഇപ്പൊ നോക്കൂ, നമ്മൾ ചിലപ്പോൾ വളരെ മൂർത്ത വാക്കുകൾ നമ്മൾ മറ്റുള്ളവരെ പറയുമ്പോൾ അവരുടെ ഹൃദയത്തിലാണ് തട്ടുന്നത്, അല്ലെ? അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എത്ര വേദനയായിരിക്കും, അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എത്ര ദുഃഖങ്ങളായിരിക്കും ഉണ്ടാവുക. മറ്റേതെങ്കിലും വഴിക്ക് ആ ദുഃഖം നമുക്കും തിരിച്ചു കിട്ടിയെന്ന് വരും. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ വായിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല? മോശപ്പെട്ട വാക്കുകൾ അല്ലെങ്കിൽ അനാവശ്യം നിറങ്ങിയ ശബ്ദങ്ങൾ, ചീത്തയായ വാക്കുകൾ ഒരിക്കലും നമ്മുടെ വായിൽ നിന്നും വീഴാൻ പാടില്ല. ഒരാളെയും നമ്മൾ കുറ്റപ്പെടുത്താൻ കൂടി പാടില്ല. ഇന്ന് ആളുകൾക്ക് അതാണല്ലോ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ചെറുതിനും വലുതിനും, ചെറിയ കാര്യത്തിനും വലിയ കാര്യത്തിനൊക്കെ മറ്റുള്ളവരെ പഴിച്ചുകൊണ്ടേയിരിക്കും, അല്ലെ? ശബ്ദങ്ങളിലൂടെ മറ്റുള്ളവരെ പഴിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഇതൊക്കെ നമ്മളെ തന്നെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു വാക്കുകളും നമ്മൾ പറയാനായിട്ട് പാടുള്ളതല്ല. ഇന്ന് നോക്ക്, നമ്മുടെ ശരീരത്തിൽ എത്രയോ അവയവങ്ങളുണ്ട്. എല്ലാ അവയവങ്ങൾക്കും ഡോക്ടേഴ്സ് ഉണ്ട്. എന്നാൽ നമ്മുടെ നാവിനൊരു ഡോക്ടറെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ ആർക്കേ പറ്റുള്ളൂ എന്ന് പറയട്ടെ? നമുക്ക് മാത്രമേ പറ്റുള്ളൂ. അത് മറ്റൊരാൾക്ക് സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ നാവിനെയും കൂടെ നിയന്ത്രിക്കുക എന്നുള്ളത്. പറഞ്ഞു പോയാൽ ആ പറഞ്ഞ വാക്കിന് എന്ത് ചെയ്യാൻ പറ്റില്ല? തിരിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്തിരിക്കണം. അങ്ങനെ ഈ ഇത്രയും ശുദ്ധികൾ നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നുമല്ല, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഭക്ഷണശുദ്ധിയാണ്. ആ ഭക്ഷണശുദ്ധിക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ രാജയോഗ ധ്യാനം എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം പ്രയോജനപ്രദമായിട്ട് മാറും. ഇപ്പം നിങ്ങളെല്ലാവരും ജ്യോതിർഗമയിലെ കുറച്ച് പേരെന്ന് പറയുന്നത് ഡെയിലി വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ രാജയോഗ സപ്താഹം എന്ന് പറയുന്നത് വെറും 7 ദിവസത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു തുടക്കം മാത്രമാണ്. പകരം എല്ലാ ദിവസവും ഇവിടെ 1 മണിക്കൂർ എന്ന് പറയുന്നത് സത്സംഗം ഉണ്ടായിരിക്കും. കാരണം 7 ദിവസത്തെ ക്ലാസ് കേട്ടിട്ട് നമ്മൾ തിരിച്ചു വീട്ടിൽ പോയതുകൊണ്ട് നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുമോ നമ്മുടെ ലൈഫിൽ? അല്ലേ? 7 ദിവസം കൊണ്ട് നമുക്ക് ഒരിക്കലും ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിലെ 7 ദിവസത്തെ ക്ലാസ്സുകൾ കൊണ്ട് എന്ത് പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ഉണ്ടായോ ആ ചേഞ്ചിനെ എന്നും നമുക്ക് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും എന്ന് പറയുന്നത് 1 മണിക്കൂർ നമ്മൾ സത്സംഗത്തിൽ ഇരിക്കേണ്ട ആവശ്യമുണ്ട്. നോക്കൂ, നമ്മുടെ മുന്നിൽ 24 മണിക്കൂറാണുള്ളത്, അല്ലേ? ഈ 24 മണിക്കൂറിൽ നമ്മൾ എത്ര സമയത്തിന് നമ്മൾ വേസ്റ്റ് ആക്കാറുണ്ട്? കുറേ സമയം നമ്മൾ പേപ്പർ വായിക്കും, കുറേ സമയം നമ്മൾ സംസാരിക്കും, കുറേ സമയം നമ്മൾ ഇരുന്ന് TV കാണും, അല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും ചെയ്യാതെ നമ്മൾ മിണ്ടാതിരിക്കും. നമ്മൾ എപ്പോഴും പറയും സമയമില്ല എന്ന്. എന്നാൽ
ഏറ്റവും കൂടുതൽ നമ്മൾ എന്തും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയട്ടെ, സമയത്തെ ധാരാളം നമ്മൾ വേസ്റ്റ് ആക്കും കൂടെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് നമ്മുടെ 24 മണിക്കൂറിൽ വേസ്റ്റ് ആയിപ്പോയിക്കൊണ്ടിരിക്കുന്ന 1 മണിക്കൂറുണ്ടോ, ആ 1 മണിക്കൂർ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ വന്ന് ആ 1 മണിക്കൂർ ഇവിടെ നമ്മൾ സത്സംഗത്തിലിരിക്കണം. എന്നാൽ ആ 1 മണിക്കൂർ നമ്മൾ സത്സംഗത്തിലിരിക്കുന്നത് കൊണ്ട് നമ്മുടെ 23 മണിക്കൂറിനെ ഇത് സഹായിക്കുമെന്നുള്ളത് 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. ഒരിക്കലും ഇവിടെ വന്ന് 1 മണിക്കൂർ നിങ്ങൾ സത്സംഗത്തിലിരുന്നത് കൊണ്ട് നമ്മുടെ ലൈഫിൽ ഒന്നും നമുക്ക് നഷ്ടപ്പെടാനില്ല. ഇവിടെ ബ്രഹ്മകുമാരീസിൽ സ്ഥിരമായിട്ട് ക്ലാസ്സിന് വരുന്ന ഒരു സഹോദരൻ അനുഭവം പറഞ്ഞതാണ്. അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ്. എല്ലാ ദിവസവും രാവിലെ 7 മണിക്കാണ് അദ്ദേഹം കട തുറക്കാറുള്ളത്. പലചരക്ക് കട എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, 7 മണിക്ക് തുറക്കണം. ആ ഇടയ്ക്കാണ് അദ്ദേഹത്തിന് വീട്ടിൽ ടെൻഷനായിട്ടും കുറച്ച് ശാരീരികമായിട്ടുള്ള കഷ്ടപ്പാടുകളെല്ലാം കൊണ്ട് അദ്ദേഹം ബ്രഹ്മകുമാരീസിലേക്ക് വന്നു. ക്ലാസ്സുകൾ തുടങ്ങി. എല്ലാ ദിവസവും അദ്ദേഹം രാവിലെ 7 മണിക്കാണ് വരാറുള്ളത്. അപ്പോൾ 7 മണിക്ക് 7 തൊട്ട് 8 ക്ലാസ് കേൾക്കും, ആൾ തിരിച്ചു പോകും. അപ്പോൾ വീട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി, നോക്കൂ, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ 7 തൊട്ട് 8 മണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ എടുത്ത് തിരിച്ചു പോകുമ്പോഴേക്കും നിങ്ങൾക്ക് 2 മണിക്കൂറിലുള്ള കച്ചവടം നിങ്ങളുടെ പോവുകയല്ലേ ചെയ്യണത്. എന്തിനാ നിങ്ങളങ്ങനെ ഡെയിലി പോകേണ്ട ആവശ്യമുള്ളത്? എന്താ കച്ചവടം നിർത്തിയിട്ട് എന്തിനാ നിങ്ങൾ പോണത് എന്ന് പറഞ്ഞ് വീട്ടുകാരും നാട്ടിലുള്ളവരൊക്കെ പറയാൻ തുടങ്ങി. പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുഭവം ഇതാണ്. അദ്ദേഹം 1-2 പ്രാവശ്യമൊക്കെ അത് ചെയ്തു എന്ന്. ഇനി വേണ്ട, ക്ലാസ്സിന് പോകണ്ട എന്ന് വിചാരിച്ച് 7 മണിക്ക് പോയിട്ട് കട തുറന്നു. നോക്ക്, 7 മണിക്ക് കട പോയിട്ട് തുറന്നാലും അദ്ദേഹത്തിന് രാത്രി വരയ്ക്ക് ആകുമ്പോഴേക്കും കച്ചവടത്തിലെ ആകെ കുറച്ച് കച്ചവടം കിട്ടുള്ളൂ. പക്ഷെ ചില ദിവസങ്ങളിൽ അദ്ദേഹം രാവിലെ 7 മണിക്ക് ക്ലാസ്സിന് വന്ന് 9 മണിക്കോ 9:30 കട തുറക്കുമ്പോൾ രാത്രി ആകുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിലെ വൻ ലാഭമുണ്ടാകുന്ന പറയും. എന്താ അതിനർത്ഥം എന്ന് പറയട്ടെ, നമ്മളൊരു ആത്മീയ സാധനയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആധ്യാത്മിക സാധനയ്ക്ക് നമ്മൾ വളരെയധികം മുന്നേറ്റം കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ലൗകിക കാര്യങ്ങൾ ഒരിക്കലും മുടങ്ങില്ല. നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാകരുത്, ഞാൻ ഇവിടെ വന്നു 1 മണിക്കൂർ ക്ലാസ് കേട്ടു, 1 മണിക്കൂർ ഞാൻ ക്ലാസ് കേട്ടതുകൊണ്ട് എൻ്റെ പല കാര്യങ്ങളും പോകുമല്ലോ. ഒരിക്കലും മുടങ്ങുകയല്ല ചെയ്യുന്നത്, അത് ഒന്നുകൂടെ ഭംഗിയായിട്ട് നടക്കുകയേ ചെയ്യുള്ളൂ. കാരണം ആരാണോ ആത്മീയ സാധനയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ എല്ലാ കാര്യങ്ങളിലും സഫലത മാത്രമേ ഉണ്ടാകൂ. എല്ലാ കാര്യങ്ങളും വിജയത്തിലേക്ക് മാത്രമേ പോകുള്ളൂ. എല്ലാ കാര്യത്തിലും അവർക്ക് സഫലതയുണ്ടാകും. പക്ഷേ നമ്മൾ ഇതിനെ മുടക്കിയിട്ട് ആധ്യാത്മിക സാധനയെ നമ്മൾ മുടക്കി നമ്മുടെ ലൗകിക കാര്യങ്ങൾക്ക് കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും എന്ത് ചെയ്യില്ല എന്ന് പറയട്ടെ, സക്സസ് ആവില്ല. അതിലൊരിക്കലും മുന്നേറ്റം എന്ന് പറയുന്നത് ഉണ്ടായിരിക്കില്ല. കാരണം ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വിദ്യ എന്ന് പറയുന്നത് ആത്മീയ ജ്ഞാനമാണ്. നമ്മൾ കേട്ടില്ലേ, സരസ്വതി ദേവി എന്ന് പറയുന്നത് ലോകത്തിലെ ശാസ്ത്രങ്ങളുടെ ദേവിയല്ല, പകരം ആത്മീയ ജ്ഞാനത്തിൻ്റെ ദേവിയാണ് സരസ്വതി ദേവി. നോക്കൂ, ഈ വിദ്യയ്ക്ക് വേണ്ടി നമ്മൾ 1 മണിക്കൂർ സമയം കൊടുക്കുകയാണെങ്കിൽ ലോകത്തിലെ സമസ്ത ഐശ്വര്യങ്ങളും ലോകത്തിലെ സമസ്ത സമൃദ്ധിയും ഓട്ടോമാറ്റിക്കലി അത് എവിടേക്ക് വന്നോടെന്ന് പറയട്ടെ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇന്ന് മനുഷ്യരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആത്മീയ സാധനയെ ഒരു ഭാഗത്ത് വെച്ചു. അവർ ലോകത്തിൻ്റെ ഏതിൻ്റെയൊക്കെയോ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥാനമാനങ്ങൾ എവിടെയാ, പേര് പ്രശസ്തി എവിടെയാ, സമ്പത്ത് എവിടെ, വീട് എവിടെയാന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ പലതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു സത്യം മനസ്സിലാക്കണം, ലോകത്തിൻ്റെ പലതിലേക്കും നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യും? നഷ്ടപ്പെടുന്നതാണ്. എല്ലാം നമ്മളെ വിട്ടു പോണതാണ്. പക്ഷെ നമ്മൾ ആത്മാവീ ശരീരം വിട്ടു പോകുമ്പോൾ നമ്മൾ കൂടെ കൊണ്ടുപോകുന്നത് ആത്മീയ സാധനയിലൂടെ എന്ത് സംസ്കാരം നമ്മുടെ ഉള്ളിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുത്തുവോ അത് മാത്രമാണ് നമ്മുടെ കൂടെ വരാൻ പോണത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് രണ്ടിൻ്റെയും ബാലൻസ് ആയിരിക്കണം. അതായത് ആത്മീയതയും നമുക്ക് വേണം, ഭൗതികതയും നമുക്ക് വേണം. ഇവ രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്ത് പോകുക.
ഇരുപുരുകങ്ങൾക്കും മധ്യത്തിലായി ഞാൻ ആത്മാവ് സ്ഥിതി ചെയ്യുന്നു. ഞാൻ ശാന്തസ്വരൂപമാണ്. എൻ്റെ മനസ്സിനെ ഞാൻ ശുദ്ധീകരിക്കുന്നു. എൻ്റെ മനസ്സിൻ്റെ പ്രിയപ്പെട്ട മിത്രം സർവശക്തിവാനായ പരംജ്യോതിയായ സർവഗുണങ്ങൾക്കും സാഗരമായ ജഗദീശ്വരനാണ്. ഞാൻ പരമാത്മാവിനെ മാത്രം മനസ്സാ സ്മരിച്ചുകൊണ്ട് എൻ്റെ സർവപാപങ്ങളുടെയും കറകളെ ഞാൻ കഴുകിക്കളയുന്നു. എൻ്റെ ഉള്ളിൽ നന്മകളെ മാത്രം ഞാൻ ഉണർത്തുന്നു. എൻ്റെ ഉള്ളിലെ എല്ലാ തരത്തിലുമുള്ള ദുർബലതകളെയും ദുസ്വഭാവങ്ങളെയും പരമാത്മസ്മൃതിയിലൂടെ ഞാൻ സംസ്കരിച്ചു കളയുന്നു. എൻ്റെ ഉള്ളിലെ സദ്ഗുണങ്ങളെ ഞാൻ ഉണർത്തുന്നു. എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാനും
ബഹുമാനിക്കാനും അംഗീകരിക്കാനും കഴിയുന്നു. എൻ്റെ ബുദ്ധി പരമാത്മാജ്ഞാനത്തിലൂടെ ദിവ്യമായ ബുദ്ധിയായി മാറി. എൻ്റെ ബുദ്ധി സദോ പ്രധാനമായി തീർന്നു. എൻ്റെ മനസ്സിൽ പരമാത്മാ ജ്യോതി മാത്രം. ഞാനിതാ എൻ്റെ ജീവിതത്തിലുടനീളം കടന്നുപോയ എല്ലാ സംഭവങ്ങളെയും ഞാൻ വിസ്മരിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ ഇന്നലെകളുടെ പുസ്തകത്താളുകളെ എന്നേക്കുമായി ഞാൻ അടയ്ക്കുന്നു. ഇന്നു മുതൽ ഈ വിജയദശമി നാളിൽ ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ ആദ്യ അക്ഷരം ഞാൻ ആത്മാവിൽ കുറിച്ചുകൊണ്ട് എനിക്ക് പുതിയ ജീവിതം ആരംഭിക്കുന്നു. എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയും ഒരുപോലെ ഞാൻ ശുദ്ധമായി കാത്തു സൂക്ഷിക്കും. ശുദ്ധി എനിക്ക് ശാന്തിയും സുഖവും പ്രദാനം ചെയ്യുന്നു. എൻ്റെ മനസ്സിൻ്റെ ചിന്തകളെയും എൻ്റെ നാവിൽ നിന്നുതിരുന്ന ശബ്ദങ്ങളെയും ഒരുപോലെ ശ്രദ്ധിച്ച്
സത്ചിന്തകളാൽ, ശുഭചിന്തകളാൽ എൻ്റെ മനസ്സിനെ ഞാൻ സമ്പന്നമാക്കും. എൻ്റെ നാവിൽ നിന്നുതിരുന്ന ഓരോ ശബ്ദങ്ങളും സരസ്വതി വചനങ്ങളായിരിക്കും. മറ്റുള്ളവർക്ക് അനുഗ്രഹങ്ങൾ നൽകുന്ന വരദാനി ശബ്ദങ്ങളായിരിക്കും. ഞാൻ പരമാത്മ ചിന്തനത്തിൽ മുഴുകി എൻ്റെ ജീവിതത്തെ വിജയത്തിലേക്ക് നയിക്കും. ഇന്നു മുതൽ, ഈ വിജയദശമി നാള് മുതൽ എൻ്റെ ജീവിതത്തിലെ ഒരു മേഖലകളിലും എനിക്ക് പരാജയമില്ല. കാരണം എൻ്റെ മനസ്സിൻ്റെ മിത്രം, എൻ്റെ ജീവിതത്തിൻ്റെ സാരഥി സ്വയം ഭഗവാൻ പരിപൂർണമായ ഉറച്ച മനസ്സോടെ, നിശ്ചയ ബുദ്ധിയോടെ ഞാൻ എൻ്റെ ജീവിതത്തെ ഭഗവാന്റെ കൈകളിൽ അർപ്പിക്കുന്നു. ഓം ശാന്തി. ഓം ശാന്തി. ഓം ശാന്തി. രാജയോഗജ്ഞാനം പരമാത്മാനന്ദപ്രകാശിതം. രാജയോഗജ്ഞാനം സർവസർവാത്മഭൂഷണം. രാജയോഗജ്ഞാനം സമസ്ത ദുരിതമുക്തിതം. രാജയോഗജ്ഞാനം സർവഗുണാർത്ഥസാധകം. രാജയോഗജ്ഞാനം സർവാനന്ദസമ്പൂർണം. ഓം ശാന്തി ശാന്തി ശാന്തി.